നമസ്കാരം അമ്മ. നമസ്കാരം. ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും ടൈം അമ്മ സ്പെൻഡ് ചെയ്യാൻ മനസ്സ് വെച്ചതിൽ ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഞങ്ങളുടെ ഒരു വലിയ ഭാഗ്യമാണിത്, ഈ ഒരു മൊമെന്റ്. സോ താങ്ക് യു സോ മച്ച്. അപ്പോ നമുക്കത് എനിക്ക് വലിയ സന്തോഷം നിങ്ങളുടെ കൂടെ അല്പസമയം ചെലവാക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഞാൻ കുറെ നേരമായിട്ട് ഈ നീലോടുപ്പെട്ട കുഞ്ഞിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അഭിരാമിയാണോ? അഭിരാമി. അഭിരാമി. അപ്പോ നമുക്ക് ഒരു ഈശ്വര പ്രാർത്ഥനയിലൂടെ നമുക്ക് ഈ മീറ്റിംഗ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അഭിരാമിയാണ് നമുക്ക് വേണ്ടി ഈശ്വര പ്രാർത്ഥന പാടുന്നത്. നമസ്കാരം അമ്മ. നമസ്കാരം. പത്മനാഭ പാഹി ദ്വിപപചാര, 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 ഗുണവസനാ ശൗരേ പത്മനാഭ പാഹി, സത്മഖലിത മുനി മാനസ പങ്കജ, സത്മഖലിത മുനി മാനസ പങ്കജ, സകല ഭുവന പരിപാലന ലോലുപ, സകല ഭുവന പരിപാലന ലോലുപ, പത്മനാഭ പാഹി ദ്വിപപചാര, പത്മനാഭ പാഹി ദ്വിപപചാര, ഗുണവസനാ ശൗരേ പത്മനാഭ പാഹി. വളരെ നന്നായിരിക്കുന്നു. വളരെ താങ്ക് യു. പത്മനാഭസ്വാമിയെ പറ്റി തന്നെയാണ് പാടിയതും. ഭംഗിയായിട്ട് പാടി കുഞ്ഞ്. താങ്ക് യു അമ്മ. താങ്ക് യു സോ മച്ച്. അപ്പൊ അഭിരാമി, താങ്ക് യു സോ മച്ച് നമുക്ക് വേണ്ടി ഇത്രയും നല്ലൊരു ഭക്തിഗാനം ആലപിച്ചതിന്. അപ്പൊ അമ്മ, എന്നെ അമ്മയ്ക്ക് നേരത്തെ അറിയായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് അവിടെ കവടിയാർ കൊട്ടാരത്തിൽ ഒരു പ്രാവശ്യം വരാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. റിയൽ രവിവർമ്മ പെയിന്റിങ്സ് കണ്ട് കണ്ണു നിറഞ്ഞ ഒരു അവസരമായിരുന്നു എനിക്കത്. അപ്പോ അതൊക്കെ എന്റെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. അപ്പൊ അമ്മയ്ക്ക് ഇപ്പം ഞങ്ങൾ ഈ 3 പേരും കൂടെ കുറച്ച് ക്വസ്റ്റ്യൻസ് അമ്മയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോ ഞങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അമ്മ ക്ഷമിക്കണം എന്ന് ആദ്യമേ റിക്വസ്റ്റ് ചെയ്യാണ്. താങ്ക് യു അമ്മ. എന്റെ പേര് അനൈഡ സ്റ്റാൻലി എന്നാണ്. ഞാൻ BA ഇൻ ആനിമേഷൻ ആൻഡ് ഗ്രാഫിക് ഡിസൈൻ കഴിഞ്ഞു. ഇപ്പോ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യാണ്. ഇപ്പൊ ഞാൻ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യാണ് അമ്മ, വീട്ടിലിരുന്ന് തന്നെ. ഇല്ല, വീട്ടില് കൊച്ചിയിൽ തന്നെയാണ്. ഞാൻ എറണാകുളത്താണ്. അതെ, എറണാകുളത്താണ് എന്റെ വീട്. അപ്പം അവിടെ തന്നെയാണ് ഞാൻ ഇപ്പൊ വർക്ക് ചെയ്യുന്നത് കറന്റ്ലി. അപ്പൊ ഞാൻ തന്നെ ആദ്യത്തെ ഒരു ചെറിയ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് തുടങ്ങാമെന്ന് വിചാരിക്കാണ്. സാന്ദ്ര വിഷ് ചെയ്തില്ല. ഓക്കെ. അതിനു മുമ്പായിട്ടൊരു കാര്യം അമ്മ, നമ്മുടെ സാന്ദ്രയുടെ ബർത്ത്ഡേ ആണെന്ന്, പിറന്നാളാണെന്ന്. അതെ, അപ്പം അമ്മയുടെ കയ്യിൽ നിന്ന് ഒരു വിഷ് എന്ന് വെച്ച് കഴിഞ്ഞാല്. സാന്ദ്ര അമ്മ, ഹലോ. ഹലോ സാന്ദ്ര, എല്ലാ ജന്മദിനാശംസകളും. താങ്ക് യു സോ മച്ച്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്
എല്ലാ നന്മകളും വരട്ടെ കുട്ടിക്ക്. വളരെ താങ്ക് യു സോ സന്തോഷം. മച്ച്. ഒരുപാട് സന്തോഷം ഈ ദിവസം അമ്മയുടെ വിഷസ് കിട്ടാൻ ഒരു ഭാഗ്യം തന്നെ വേണം. നല്ലൊരു കാര്യങ്ങൾ അറിയാൻ ഞങ്ങൾക്ക് ഭയങ്കര ആകാംക്ഷയായിട്ടിരിക്കുകയാണ്. അപ്പം ചോദിച്ചോട്ടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? പോലെ ഉത്തരം പറയാം. അമ്മയുടെ ഓക്കെ, അമ്മയുടെ അമ്മേനെ പറ്റി ഒന്ന് പറയാവോ? തമ്പുരാട്ടി അമ്മേനെ കുറിച്ച്. എന്റെ അമ്മ വളർന്ന ഒരു വളരെ പ്രത്യേക സാഹചര്യത്തിലായിരുന്നു. അപ്പോ അമ്മ കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നു ഞങ്ങൾ കുട്ടികളുടെ അടുക്കല്. ഒരു വേള അമ്മയും സ്ട്രിക്റ്റ് ആയിട്ടാണ് വളർത്തിയത്. അതുകൊണ്ടായിരിക്കാം അമ്മൂമ്മ സ്ട്രിക്റ്റ് ആയിരുന്നു. അമ്മയുടെ ഞങ്ങളുടെ അമ്മൂമ്മ അത്ര സ്ട്രിക്റ്റ് ഒന്നും അല്ലായിരുന്നു, പക്ഷെ അമ്മയുടെ സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ടായിരിക്കും അമ്മ വളരെ സമയബന്ധിതമായിട്ടുള്ള രീതിയിലാണ് ഞങ്ങളെ വളർത്തിയത്. ഇന്ന സമയത്ത് ഇന്നത് ചെയ്തിരിക്കണം, ഇന്ന സമയത്ത് കുളിക്കാൻ പോകണം, ഇന്ന സമയത്ത് ജപിക്കണം, ഇന്ന സമയത്ത് ഊണ് കഴിക്കണം, ഇന്ന സമയത്ത് ഇന്ന സമയത്ത് കളിക്കാം. അങ്ങനെ വളരെ സ്ട്രിക്റ്റ് ആണ്. ആ സമയം തെറ്റിക്കുന്ന അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല. പിന്നെ അമ്മയുടെ ഒരുപാട് നന്മകൾ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. ഒരുപാട് നല്ല നല്ല ഹൃദയമുള്ള ഒരാൾ, ഒരുപാട് ഭക്തി ഉണ്ടായിരുന്നു. സത്യം അതിപ്പോ കുടുംബത്തിൽ എല്ലാവർക്കും ഉള്ള ഒരു ഇത് തന്നെയാണ്. വളരെ അപ്പൊ ഈ ജപവും നാമജപവും അതൊക്കെ അമ്മയ്ക്ക് വളരെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. പിന്നെ ഞങ്ങൾ 3 പേരും ഉച്ചയ്ക്ക് ഒരു എക്സാമ്പിൾ പറയാണ്. ഉച്ചയ്ക്ക് 11 മണിക്ക് കുട്ടികൾക്ക് ഉത്സാഹം എനിക്കത് കേൾക്കാൻ. ഉച്ചയ്ക്ക് 11 മണിക്കാണ് ഞങ്ങൾക്ക് ഉച്ചക്കുള്ള ഊണ്, ലഞ്ച് എന്നിപ്പോ പറയുന്നത്. എന്റെ ജ്യേഷ്ഠത്തി പൂയതിരുന്നാളും എന്റെ അനുജൻ മൂലതിരുന്നാളും. ഇപ്പോഴത്തെ ഞങ്ങളുടെ കുടുംബത്തിലെ വലിയമ്മനാണ്, എന്റെ അനിയനാണ്. അപ്പൊ ഞങ്ങൾക്ക് 3 പേർക്കും 11 മണിക്ക് ഊണ് മുറിയുണ്ട്. ഇപ്പോഴും അവിടെ തന്നെയാണ് ഞങ്ങൾ ഊണ് കഴിക്കുന്നത്. നിലത്തിരുന്നാണ് ഇപ്പോഴും ഊണ് കഴിക്കുന്നത്. മേശപ്പുറത്തല്ല, നിലത്ത് തന്നെയാണ് ഇരുന്നാണ്. അപ്പൊ അവിടെ ഇരിക്കുമ്പോ അമ്മ എന്റെ അടുത്ത് വന്നിരിക്കും. അമ്മയുടെ കയ്യിലൊരു അമ്മയുടെ അടുത്ത് മണി കാണും, ഒരു വടി. അമ്മയ്ക്ക് നിർബന്ധമുണ്ട് 20 മിനിറ്റിനകം എല്ലാവരും ഊണ് കഴിക്കണം, ഊണ് കഴിഞ്ഞ് എണീക്കണം. അത് ഇത്ര എമൗണ്ട്, ഒരു അളവ് മാത്രമുണ്ട്. അത്രയും ആഹാരം ചോറ് കഴിക്കാൻ വേണം. എന്താണ് തരുന്നത് അത് കഴിക്കാൻ വേണം. എനിക്കത് ഇഷ്ടമല്ല, എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് അത് വേണം ഇരുന്നൊന്നും ഇപ്പോഴത്തെ കുട്ടികളെ പോലൊന്നും പറയാനൊക്കില്ല. എന്തുണ്ടാക്കുന്നു അത് കഴിച്ചോണം. അത് ആ 20 മിനിറ്റിനാണ്. അപ്പൊ എന്റെ ജ്യേഷ്ഠതയാണെങ്കിൽ എല്ലാം നല്ല ഭംഗിയായിട്ട് സമയത്തിനുള്ളിൽ കഴിച്ചു പോകും. അനുജനാണെങ്കിൽ 4th ഗിയർ ആണ്, അസാധ്യ സ്പീഡാണ്. ഇരിക്കുന്ന എനിക്ക് പടപടാന്ന് കഴിച്ചു. അതൊക്കെ അമ്മയ്ക്ക് വലിയ സന്തോഷമാണ്. ഞാനാണെങ്കിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു, എത്രയാണെങ്കിലും തീരൂല. അപ്പൊ അമ്മ എനിക്ക് ഒരുപാട് സഹസ്രനാമം, ഒരുപാട് നാമം വരെ ഇങ്ങനെ ഒരുപാട് അത്ര നല്ല പേരുകളൊക്കെ എനിക്ക് തന്നിട്ടുണ്ട്. താമസിച്ച് കഴിക്കുന്നുണ്ട്. 20 മിനിറ്റ് എന്തായാലും ഊണ് കഴിയില്ല. അപ്പൊ അടി നിശ്ചയം. അപ്പൊ എന്നും അമ്മയുടെ കൈ വേദനിക്കുന്ന കൊച്ചു കമ്പ് വെച്ചിട്ടുണ്ട്. എന്നും ഈ കമ്പ് കൊണ്ട് എന്നും എനിക്ക് അടി കിട്ടിയിട്ടുണ്ട് ഈ സമയത്തിന്. പിന്നെ അമ്മ അടുക്കുന്ന പോവുകയില്ല. അപൂർവം ചിലപ്പോ അമ്മ പോയിരിക്കുന്ന സമയത്തൊക്കെയാണ് ജ്യേഷ്ഠത്തെയാണ് എന്നെ സഹായിക്കുന്നത്. ഒരു പാത്രത്തിന്റെ അതിട്ട് ബാക്കി ചോറ് ഇട്ടിട്ട് അതിന് മുകളിൽ കുറച്ച് മോര് ഒഴിച്ച് വയ്ക്കും. അപ്പൊ അമ്മ വരുമ്പോഴത്തേനും തീർന്നിരിക്കും. അതൊക്കെ അപൂർവം. അല്ലെങ്കിൽ എനിക്ക് ഒരു അടിയൊക്കെ കിട്ടും. അതൊരു പിന്നെ ഞങ്ങൾക്ക് അസുഖമൊക്കെ ആകുമ്പോൾ അമ്മ വളരെ കാര്യമായിട്ടാണ് നോക്കുന്നത്. വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഞങ്ങൾ നോക്കിയത്. ഒരു ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു വിധത്തിൽ ചിലപ്പോൾ ഇപ്പൊ ആലോചിക്കുമ്പോ അല്ലെ ഊണിന്റെ കാര്യത്തിലല്ല, പക്ഷെ ആ ഡിസിപ്ലിൻ ചിലപ്പോൾ നന്നായിരിക്കും. അതുകൊണ്ടായിരിക്കും ഞങ്ങൾക്ക് ഇന്നും ഒരു ബേസിക് ഡിസിപ്ലിൻ ഉള്ളത്. സാന്ദ്ര, ഇനി സാന്ദ്രയുടെ ഇതാണ്. അമ്മ എനിക്ക് ചോദിക്കാനുള്ളത്, അമ്മ എക്കണോമിക്സിലാണല്ലോ ഔപചാരിക പഠനം നടത്തിയത്. അത് കഴിഞ്ഞിട്ട് അമ്മ എഴുത്താണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തത്. എഴുത്തിൽ തന്നെ പ്രധാനമായിട്ടും ചരിത്രവും സംസ്കൃതിയും അതുപോലെ പാരമ്പര്യ ശാസ്ത്രശാഖകളും ഒക്കെയാണ് അമ്മ വിഷയമായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോ ഇതൊരു വഴിത്തിരിവാണോ അതോ ഒരു ഉൾപ്രേരണയാണോ? ഇക്കണോമിക്സ് എടുത്തത് എനിക്ക് ഇക്കണോമിക്സ് ഇഷ്ടമായിട്ടല്ല. ആക്ച്വലി ഞങ്ങൾ കോളേജിൽ പോയപ്പോൾ ആ സമയത്ത് ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയിരുന്നു ഇഷ്ടം. അന്നും ഭാഷയോടാണ് എനിക്കൊരു പ്രിയം. അപ്പൊ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ തന്നെയായിരുന്നു എനിക്ക് എടുക്കുന്നത്. ഇംഗ്ലീഷ് ബിയിലേക്ക് പോകണമെന്നായിരുന്നു. പക്ഷെ അന്ന് വിമൻസ് കോളേജിൽ ഇംഗ്ലീഷ് ബി ഇല്ല, യൂണിവേഴ്സിറ്റി കോളേജിൽ പോകണം. അപ്പൊ എന്റെ ഫാമിലി പറഞ്ഞ സാധ്യമല്ല. യൂണിവേഴ്സിറ്റി കോളേജിൽ ബോയ്സും കൂടെ ഉള്ള കോളേജാണ്, മിക്സ്ഡ് കോളേജാണ്. ആൺകുട്ടികളും പെൺകുട്ടികളും മിക്സ്ഡ് കോളേജിൽ പോകാൻ പറ്റുകയില്ല.
സ്കൂളിലൊന്നും പോയിട്ടില്ല. ആദ്യമായിട്ട് ഒരു കൊല്ലം കോളേജിൽ പഠിച്ചിട്ട് പിന്നെ ഒരു മിക്സ്ഡ് കോളേജിൽ പോകുന്ന അവർ സമ്മതിച്ചില്ല. അത് ഈ വിമൻസ് കോളേജിൽ എന്ത് കിട്ടുന്നു അത് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ എനിക്ക് കണക്കും സയൻസും ഒക്കെ എനിക്ക് ഒരു രക്ഷയില്ലാത്ത കാര്യങ്ങളാണ്, തലയിൽ കയറില്ല എന്നുള്ളതാണ്. കണക്കൊക്കെ ഞാൻ വളരെ മോശം. അപ്പൊ അങ്ങനെയൊക്കെ ഇരുന്നപ്പോ അതിലേക്കൊന്നും പോകാൻ പറ്റില്ല. അപ്പൊ പിന്നെ ഒരു ചോയ്സ്, ഒന്നിലും ഹിസ്റ്ററി അല്ലെങ്കിൽ ഫിലോസഫി അല്ലെങ്കിൽ ഇക്കണോമിക്സ്. അപ്പൊ എന്റെ വളരെ ഡിയർ ഫ്രണ്ട്സ് ഞങ്ങൾ 3-4 പേരുണ്ട്. അവർ എല്ലാവരും കൂടെ ഞങ്ങൾ വെച്ചിരുന്ന ഇക്കണോമിക്സ് എടുക്കാം. അപ്പൊ ഞങ്ങൾ 5 പേര്, പഞ്ചരത്നങ്ങൾ, 5 ഫ്രണ്ട്സ്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ എ ബാച്ചിലായിരുന്നു പ്രീ യൂണിവേഴ്സിറ്റി. അവിടുന്ന് ഇങ്ങോട്ട് വന്ന് ഞങ്ങൾ ഇതിലേക്ക് എക്കണോമിക്സ് എടുക്കുകയായിരുന്നു. അത് ഇഷ്ടം കൊണ്ട് എടുത്തോണ്ടല്ല, നിവൃത്തിയില്ല അങ്ങോട്ട് എടുത്തത്. അപ്പൊ ആ സമയം എനിക്ക് ഇക്കണോമിക്സ് ഒന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യമാണ്. അപ്പൊ ഇക്കണോമിക്സിന് എന്റെ എഴുത്തുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് ആ കുട്ടിക്കാലത്തിലേ ഞാൻ എഴുതിയിട്ടുണ്ട്. 10, 12, 13 വയസ്സ് തൊട്ട് നോട്ട് ബുക്കിൽ എഴുതി വെച്ചിട്ട് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ടാവില്ല. കൊച്ചു കൊച്ചു കവിതകളും കൊച്ചു ലേഖനങ്ങളും ഒക്കെ. പിന്നെയാണ് പ്രായമായിട്ടാണ് പബ്ലിക് ഇതിലേക്ക് പോകുന്നത്. അഭിരാമി? അമ്മ, എന്റെ പേര് അഭിരാമി. ഞാൻ എറണാകുളത്ത് തന്നെയാണ്. ഇപ്പോ ഞാൻ +2 കഴിഞ്ഞു, ബികോമിന് ജോയിൻ ചെയ്തു. അപ്പൊ എനിക്ക് അമ്മയോട് ചോദിക്കാനുള്ളത്, അമ്മയുടെ കുട്ടിക്കാലത്തെ കുറിച്ചുള്ള ഓർമ്മകൾ ഒന്ന് ഞങ്ങളായിട്ട് പങ്കുവെക്കാമോ? കുട്ടിക്കാലത്തെ ഓർമ്മകൾ ഒരുപാടില്ലോ കുഞ്ഞെ. അപ്പൊ അതെല്ലാം പങ്കുവെക്കാനായിട്ട് സാധിക്കുമോ? പിന്നെ ചിലതൊക്കെ പറയാം. ഞങ്ങൾക്ക് വളരെ ഒരു അസാധാരണമായിട്ടുള്ള ഒരു കുട്ടിക്കാലം തന്നെയായിരുന്നു. സാധാരണഗതിയിലുള്ള കുട്ടിക്കാലമല്ല. ഒരുപാട് കാര്യങ്ങൾ കണ്ടു, ഒരുപാട് കാര്യങ്ങൾ കേട്ടു. ലോകത്തിലുള്ള വലിയ വലിയ ആളുകള് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. പ്രസിഡന്റ്സ് ഓഫ് ഇന്ത്യ, പ്രൈം മിനിസ്റ്റേഴ്സ്, ആർംഡ് ഫോഴ്സസിന്റെ ഹെഡ്സ്, റിലീജിയസ് ലീഡേഴ്സ്, ആർട്ടിസ്റ്റ്, മ്യൂസിഷ്യൻസ്, ഞാൻ പറഞ്ഞ വലിയ VIPs ഇന്ത്യയിലും വെളിയിലുള്ളവരെ ഇവിടെ ആ കാലത്ത് വരുമായിരുന്നു. ഞങ്ങളുടെ അമ്മാവൻ, എന്റെ അമ്മയുടെ ജ്യേഷ്ഠൻ, ഒരു പക്ഷേ കുഞ്ഞുങ്ങൾ നിങ്ങൾ കേട്ടിരിക്കാൻ പേര് ചിത്തിര തിരുനാൾ രാമവർമ്മ, തിരുവിതാംകൂറിലെ മഹാരാജാവായിരുന്നു എന്റെ നേരെ അമ്മാവൻ, അമ്മയുടെ ജ്യേഷ്ഠൻ. അമ്മയുടെ അനുജനായിരുന്നു ഉത്രാട തിരുനാൾ ഇളയരാജ, പിന്നെ മഹാരാജാവായിരുന്നു അമ്മയുടെ നേരെ അനിയൻ. അപ്പൊ വല്യമ്പരൻ ചിത്തിരനാൾ ഞങ്ങൾക്ക് പൊന്നമ്മാവൻ എന്നാണ് വിളിച്ചത്. പൊന്നമ്മാവിന്റെ കൂടെയാണ് ഞങ്ങളുടെ പിന്നെ അമ്മൂമ്മ മഹാറാണി സേതുബാബുല്. അപ്പൊ അവരുടെ കൂടെയാണ് ഞങ്ങളുടെ ജീവിതം മുഴുവനും. അവര് ഭഗവാന്റെ അടുക്കിലേക്ക് പോകുന്നവര് അവിടെ തന്നെയാണ്. ഞങ്ങൾ ഈ കവടിയാർ കൊട്ടാരത്തിൽ തന്നെയാണ് ജീവിച്ചത്. ഞങ്ങൾക്ക് ജനിച്ചത് ഇവിടെയാണ്. 9 ജനനം ഈ കൊട്ടാരം കണ്ടിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും ഇവിടെ ജനിച്ചു, ഇവിടെ തന്നെ വളർന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ അനവധി വളരെ വ്യത്യസ്തമായ സംഭവങ്ങൾ വലിയ ആളുകൾ വരുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ പണ്ഡിറ്റ് നെഹ്റു, ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധി, സഞ്ജയ് ഗാന്ധി ഇവിടെ വന്നപ്പോ സാധാരണ വലിയ ആളുകൾ വരുമ്പോ ഞങ്ങളൊന്നും കേട്ടില്ല. ഞങ്ങൾക്ക് കൊച്ചുകുട്ടികൾ തന്നെ. അപ്പൊ ഞങ്ങൾ ജനലിന്റെ പുറകിലോ കഥലിന്റെ പുറകിലോ നിന്നൊക്കെയാണ് ഞങ്ങൾ ഇവരൊക്കെ കാണുന്നത്. പക്ഷെ ഇവര് വന്നപ്പോ ഇവര് കുട്ടികളായിരുന്നോണ്ട് ഞങ്ങളെ കൂടെ ചേർത്തു. അങ്ങനെ ഞങ്ങളെല്ലാരും കൂടെ ആ സമയത്ത് ഒരുമിച്ചൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഓർമ്മ, അതത്ര സ്പഷ്ടമായിട്ടുള്ള ഓർമ്മയല്ലെങ്കിലും ഒരു വളരെ അസാധാരണമായ ഓർമ്മയാണ്. പല്ലക്കില്, ഒരു പച്ച പല്ലക്കില് സ്റ്റേറ്റ് പ്രൊസഷനില് സ്റ്റേറ്റ് പട്ടാളം, ആവാൾക്കാര്, കുന്തക്കാര്, കൊടിക്കാരെ, ഇങ്ങനെ വലിയ സ്റ്റേറ്റ് പ്രൊസഷനില് ഒരു പല്ലക്കില് അമ്മയുടെ കൂടെ അക്കേ ഞാൻ കൂടെ പോകുന്നത്. എന്നിട്ട് കേട്ടൺ, പല്ലക്കിലെ കേട്ടൺ മാറ്റി വെളിയിൽ നോക്കുന്ന ആളുകൾ ഒരു സൈഡിൽ കൊണ്ട് നിൽക്കുന്നതും, അങ്ങനെ അതൊരു നല്ലോണം ഒരു ഓർമ്മയുണ്ട്. ഇങ്ങനെ ആ ഒരു ഏത് പ്രൊസഷനാ പോയതെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഈ പല്ലക്ക് പോകുന്ന എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ എത്രയോ കാലങ്ങൾ കഴിഞ്ഞിട്ട് ഒരിക്കലും കൊച്ചി തന്നെയാണ് അവിടെ ഏതൊരു മീറ്റിങ്ങിന് പോയി. എത്രയോ കാലങ്ങൾ കഴിഞ്ഞു. അപ്പൊ ട്രെയിനിലാണ് തിരിച്ചു വരുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ പോയപ്പോ ട്രെയിൻ ആസ് യൂഷ്വൽ താമസിച്ചാണ്. അപ്പൊ വേറെ എവിടെ പോയിട്ട് അവരുടെ ഒരു സൂട്ട് കേസും ഉണ്ട്. അപ്പൊ പിന്നെ എന്താ ചെയ്യേണ്ടത്, കുറെ താമസിക്കണം, എന്നാൽ ഈ സൂട്ട് കേസിന്റെ മുകളിൽ ഇരിക്കാം. അപ്പൊ ഇനി VIP റൂമിൽ പോയി അന്വേഷിക്കാനും ഒന്നും പറഞ്ഞിട്ടില്ല. ഞാനിവിടെ നിങ്ങൾ ആരാന്ന് ചോദിച്ചത്. അപ്പൊ അത് വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് സൂട്ട് കേസിന്റെ മുകളിൽ തന്നെ ഇരുന്നേക്കാം. പടി കയറി ഇറങ്ങി പോകണം, അല്ലെങ്കിൽ ഈ സൂട്ട് കേസ് വെച്ച് പോകണ്ടേ. അപ്പൊ അങ്ങനെ സൂട്ട് കേസിന്റെ മുകളിൽ തന്നെ ഇരുന്ന് ട്രെയിനിന് വേണ്ടി കാത്തിരുന്നപ്പോ കുറച്ച് പേര് നടന്നു വന്നു. അവർക്ക് എന്നെ അറിയാം, എനിക്ക് അവരെ അറിഞ്ഞൂടാ, പക്ഷെ അവർക്ക് എന്നെ അറിയാം. അപ്പൊ തമ്പുരാട്ടി ഇവിടെ എന്ത് ചെയ്യുന്നു? നമ്മൾ നിങ്ങളെ പോലെ ഞാനും ട്രെയിൻ കാത്തിരിക്കുന്നു. അപ്പൊ അതിൽ ഒരാൾ ചോദിച്ചൊരു ചോദ്യം,
തമ്പുരാട്ടിക്ക് എന്തോന്ന് തോന്നുന്നു. ഒരു കാലം പല്ലക്കിലൊക്കെ പോയ ആളല്ലേ, ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിൽ ഒരു പെട്ടിയിലെ മുകളിൽ ഇരിക്കുമ്പോ തമ്പുരാട്ടിക്ക് എന്ത് തോന്നുന്നു? ഞാൻ ഒരു സത്യം പറയുകയാണെങ്കിൽ എനിക്കൊന്നും തോന്നിയില്ല ഇതുവരെ, ഒരു വസ്തുവും തോന്നിയില്ല. ഇപ്പൊ നിങ്ങൾ ചോദിച്ചപ്പോ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരു കാലമുണ്ട് എന്നുള്ളതിനപ്പുറം വേറെ പ്രത്യേകിച്ചൊരു നെഗറ്റീവായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് എന്തായാലും ട്രെയിൻ വന്ന് ഞങ്ങൾ പോലെ ട്രെയിനിൽ കയറി. കുട്ടിക്കാലത്ത് ഞങ്ങൾക്ക് ഫ്രണ്ട്സ് ഒന്നും ഇല്ലായിരുന്നത്, ഞങ്ങൾ സ്കൂളിലൊന്നും പോയിട്ടില്ല. ഞങ്ങൾ മൂന്നുപേരും കൊട്ടാരത്തിൽ തന്നെയാണ് പഠിച്ചത്, ടീച്ചേഴ്സ് ഒന്നാണ് പഠിപ്പിച്ചത്. അപ്പൊ ഞങ്ങൾക്ക് കളിക്കാനായിട്ട് ഞങ്ങൾ തന്നെയാണ്. അപ്പൊ വൈകിട്ടൊക്കെ കളിക്കേണ്ട സമയത്ത് ഞങ്ങൾ നല്ല പൂന്തോട്ടമൊക്കെ ഉണ്ട്, ഇപ്പോഴത്തെ പോലെയല്ല, നല്ല പൂന്തോട്ടമൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ നല്ല തട്ടുകളുടെ ലോൺസ്, തട്ടുകളൊക്കെ 3 ലോൺസ് ഞങ്ങൾ ഒരുപാട് ഓടി കളിക്കും ഇഷ്ടപ്പെട്ടു ഞങ്ങൾ എല്ലാവരും കൂടെ. അപ്പൊ സ്റ്റാഫ് ഉണ്ടല്ലോ, സെർവൻസ് ഒരുപാട് വരുന്നു. അപ്പൊ പോലീസും കള്ളനുമാണ് ഒരു സ്ഥിരം കളി. ഞങ്ങൾക്ക് ഓരോ കളിപ്പാട്ട് തോക്കൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ കളിപ്പാട്ടാക്കും മാളോ എന്തെങ്കിലും. പക്ഷെ റോഡ് എങ്ങനെയാന്ന് വെച്ചാൽ കുറച്ച് തെറ്റായ റോഡാണ്. ഞങ്ങൾ കള്ളന്മാരും ഈ സ്റ്റാഫ് പോലീസുമാണ്. പക്ഷെ തെറ്റെന്ന് എന്താ വെച്ചാൽ കള്ളന്മാർ എപ്പോഴും പോലീസുകാരെ അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ ഒരിക്കലും പോലീസുകാർക്ക് ഒരു രക്ഷയില്ല, കള്ളന്മാരാണ് ജീവിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്നു, 2 ടീമായിട്ട് ഒരുപാട് സ്റ്റാഫൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യം. പിന്നെ വിദേശയാത്രയല്ല, ഇതിന്റെ കാലത്തിനകത്ത് പല സ്ഥലങ്ങളിലും അമ്മാവിന്റെ അമ്മൂമ്മനും കൂടെയൊക്കെ യാത്രയ്ക്കൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് നവരാത്രിയിലെ ഓർമ്മകൾ, അമ്പലത്തിലുള്ള ഓർമ്മകള്, അതൊക്കെ ഒരുപാട് ഓർമ്മകളുണ്ട്. അമ്മ ഹോം സ്കൂളിംഗ് ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ സാധാരണ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നൊക്കെ കാണുമ്പോ പോയിട്ടില്ല അല്ലെ പോവാൻ പറ്റാത്തതിന്റെ സങ്കടം ഉണ്ടായിരുന്നോ? ഇല്ല, എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് അറിയാൻ വയ്യാത്ത കാര്യം, നമുക്ക് അതിന്റെ ലാഭനഷ്ടങ്ങളെ പറ്റി നമുക്ക് അറിഞ്ഞില്ല. അപ്പൊ ഒരു സ്കൂൾ ജീവിതം ഒന്നും നമുക്ക് അറിയാനേ വയ്യ. അപ്പൊ അതിനെപ്പറ്റി ഞങ്ങൾ ഒരിക്കലും ദുഃഖിച്ചിട്ടില്ല. പക്ഷെ കോളേജിൽ പോയപ്പോ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഇപ്പോഴും ഒരുപാട് പേര് ഇപ്പോഴും ഞങ്ങളുടെ ഫ്രണ്ട്സായിട്ട് തന്നെ ഒരുപാട് പേരുണ്ട്. അതൊരു വലിയ ലവ്ലി എക്സ്പീരിയൻസ് ആയിരുന്നു അന്ന്. പക്ഷെ സ്കൂൾ കാലത്ത് ഞങ്ങൾക്ക് ഫ്രണ്ട്സ് കാര്യമായിട്ടൊന്നും ഇല്ല, സ്കൂളിൽ പോയിട്ടില്ല. ഞങ്ങളുടെ 1-2 അടുത്ത ആളുകളുടെ കുട്ടികളൊക്കെ ഫ്രണ്ട്സ് ആയിരുന്നു. ഒരാൾ ഇപ്പോഴും ഗോമതി, ഹരിഹര സുബ്രഹ്മണ്യന്റെ മകൾ ഗോമതി ഇപ്പൊ മദ്രാസിലാണ്. ഞങ്ങൾ ഒരുമിച്ച് കോളേജിൽ പോയപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ബാച്ചിലായിരുന്നു. ഇക്കണോമിക്സ് ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു, ഇപ്പോഴും ഫ്രണ്ടാണ്. അപ്പൊ അങ്ങനെ ഒരു 1-2 പേരോട് അന്നത്തെ കുട്ടിക്കാലത്തെ ഫ്രണ്ട്സ് ആയിട്ടുള്ളത്. പക്ഷെ അതേ സമയം ഞങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഞങ്ങളുടെ ഫ്രണ്ട്സ് എന്റെ കാര്യം പറയുകയാണെങ്കിൽ പൂമ്പാറ്റയും ഗൗളിയും ഓന്താനും പുഷ്പവും ചെടിയും മരവും സൂര്യനും ചന്ദ്രനും ഒക്കെ ഫ്രണ്ട്സ് ആയിരുന്നു. പലപ്പോഴും പൂക്കളുടെയൊക്കെ സംസാരിക്കും, പക്ഷികളുടെയൊക്കെ സംസാരിക്കും. പിന്നെ ഞങ്ങൾക്ക് വേറൊരു വലിയ ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഞങ്ങളുടെ സ്വന്തം ഫ്രണ്ട്. ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഫ്രണ്ടും ഏറ്റവും വലിയ അനുഗ്രഹവും അത് ഞങ്ങളുടെ പൊന്നമാണ്. ചിത്ര നടന്ന രാജാവാണ്. ഞങ്ങളുടെ കൊച്ചു കൊച്ചു ദുഃഖങ്ങളും കൊച്ചു കൊച്ചു സന്തോഷങ്ങളും കൊച്ചു കൊച്ചു ആവശ്യങ്ങളും ഒക്കെ പങ്കിടാനും കേൾക്കാനും ഞങ്ങളുടെ കൂടെ എല്ലാ കാര്യത്തിനും ഞങ്ങളുടെ സപ്പോർട്ടായിട്ടും ചിലപ്പോൾ ഞങ്ങളെ രക്ഷിച്ചു കൊണ്ടുപോകാനും ഒക്കെ അമ്മ ചിലപ്പോൾ വഴക്ക് പറയാതിരിക്കാൻ വേണ്ടി അമ്മാവൻ തന്നെ വന്ന് ഇടപെട്ട് ഒക്കെ ചെയ്യാനും ഒക്കെ എല്ലാം അമ്മാവനും ഞങ്ങളുടെ ഏറ്റവും വലിയ ഫ്രണ്ട്. പിന്നെ ഇന്നത്തെ കാലത്ത് ഉണ്ടോന്ന് എനിക്ക് അറിയില്ല, പക്ഷെ ഞങ്ങളുടെ കാലത്ത് അന്നും ഇന്നും ഞങ്ങൾക്ക് ജനറേഷൻ ഗ്യാപ്പില്ല. പലർക്കും ഇപ്പൊ ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടായിരിക്കാൻ എനിക്ക് അവരുടെ പ്രായം മൂത്തവര് പ്രത്യേകിച്ച് അമ്മൂമ്മ അമ്മൂപ്പൻ എന്നൊക്കെ പറഞ്ഞ ആ രീതിയിലുള്ളവരായിട്ട് സംസാരിക്കാനോ ഇന്ററാക്ട് ചെയ്യാനോ തോന്നുന്നില്ല അവർക്ക്. ഞങ്ങൾക്ക് ഒരിക്കലും ആ ജനറേഷൻ ഗ്യാപ്പ് വന്നിട്ടില്ല. ഏറ്റവും പ്രായമായ ആളുടെ കൂടെയോ ഏറ്റവും പ്രായം കുറഞ്ഞ ആളുടെ കൂടെയോ ഇന്ററാക്ട് ചെയ്യാൻ അന്നും ഇന്നും ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്. അതൊരു പക്ഷെ ഞങ്ങളുടെ പ്രത്യേക രീതിയിലുള്ള അപ്ബ്രിങ്ങിങ് കൊണ്ടായിരിക്കാം. അമ്മ, എനിക്ക് ചോദിക്കാനുള്ളത്, സ്വാതിരുനാളിന്റെ കലാസാഹിത്യ പാരമ്പര്യമുള്ള തിരുവിതാംകൂർ രാജവംശത്തിന്റെ പിന്തുടർച്ചയിൽ അമ്മ എങ്ങനെ അഭിമാനിക്കുന്നു? അഭിമാനിക്കുന്നതിനെക്കാട്ടിലും ഒരുപാട് നന്ദിയുണ്ട്. ഇങ്ങനെ ഒരു പാരമ്പര്യത്തിൽ ജനിക്കാൻ സാധിച്ചതിൽ. ആ കുട്ടിയും മറ്റേ പേരെപ്പോഴും എനിക്ക് പേരുകളൊന്നും നിൽക്കുകയില്ല, മറ്റേ പ്രാർത്ഥനാ ഗീതം പാടിയ കുട്ടി അഭിരാമിയാണ്. പ്രാർത്ഥനാ ഗീതം പാടിയ കുട്ടി ആരാണ്? അഭിരാമി. അഭിരാമി പാടിയത് തന്നെ സ്വാതിരുനാൾ ഡിഫൻസിന്റെ കുട്ടിയാണ്.
അപ്പൊ അങ്ങനെ വലിയൊരു കലാപാരമ്പര്യമുള്ള കുടുംബത്തിൽ തന്നെയാണ് ജനിച്ചത്. എന്റെ അമ്മൂമ്മയാണെങ്കിൽ വളരെയധികം ശാസ്ത്രീയ സംഗീതത്തിലൊക്കെ അതിവിഷയൊക്കെയാണ്. അപ്പൊ ആ ഒരു പാരമ്പര്യത്തിൽ വളർന്നതിന് സന്തോഷമുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ പാടുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഇത് ഓഫ് ചെയ്യും, ഇത് ഓഫ് ചെയ്ത് ഇത് കംപ്ലീറ്റ് നിർത്തിക്കളയും. അറിഞ്ഞൂടാ, ശ്ലോകം ചൊല്ലാൻ അറിയാം, പാടാൻ ഒട്ടും എനിക്കറിയാൻ വയ്യ. പക്ഷെ അതേസമയം എന്റെ ജ്യേഷ്ഠത്തിന്റെ മകൻ വളരെ പേരുകേട്ട ഒരു സംഗീതജ്ഞനാണ്. പഠിപ്പിക്കുന്നതിനും പാടുന്നതിനും ഒക്കെ വളരെ രാമവർമ്മ, അശ്വതിനാഥ് രാമവർമ്മ, ഞങ്ങൾ ഒരേ നക്ഷത്രമാണ്. ഞാൻ അവിടെ തീരുന്നു എന്റെ സംഗീത പാരമ്പര്യം. പക്ഷെ രാമവർമ്മ വളരെ പേരുകേട്ട ഒരു സംഗീതജ്ഞൻ തന്നെയാണ്. അപ്പൊ അങ്ങനെ പാരമ്പര്യമുണ്ട്, ഇല്ലെന്ന് പറയാൻ എനിക്കില്ല. അത് ഒരുപാട് നന്ദിയുണ്ട്. അമ്മ ഇത്രയും വലിയൊരു രാജകുടുംബത്തിലെ അംഗമാണല്ലോ. എന്നിട്ടും അമ്മ ഇത്രയും ലളിതമായൊരു ജീവിതം നയിക്കാനുള്ളതിന്റെ ഒരു ബേസിക് പ്രിൻസിപ്പിള്, അതിന്റെ പുറകിലുള്ള ഒരു ഇതെന്താണെന്നൊന്ന് പറയാമോ? ഒരു ബേസിക് പ്രിൻസിപ്പിൾ ആയിട്ടൊന്നുമില്ല. പക്ഷെ ഞങ്ങള് കണ്ടു വളർന്നത് പൊന്നമാനാണല്ലോ, ചിത്തിരനാൾ മഹാരാജാവായിരുന്നല്ലോ. ഞങ്ങൾക്ക് ചിത്തിരനാളെ പോലെ ഒരു എളിമയുള്ള ആള്, ഇത്രയും ഒരു ഹമ്പിൾ ആയിട്ടൊരാള് കാണുമോ എന്ന് സംശയമാണ്. പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഒരു മരത്തില് ഒരു മാവിൽ ഒരുപാട് മാങ്ങ ഉണ്ടായാലും ഒരു പ്ലാസ്റ്റിക് ബോൺസ് ഒക്കെ ഉള്ളപ്പോൾ ഒരുപാട് ഫലമുണ്ടപ്പോ അത് താഴും, അതൊന്നും ഇല്ലെങ്കിൽ നേരെ മുകളിലേക്ക് പോകും. അപ്പൊ തിരുമനസിന്റെ കാര്യത്തില്, പൊന്നമ്മാൻ തിരുമനസിന്റെ കാര്യത്തിൽ അത്രയും ഒരുപാട് നന്മകളുണ്ട്. അതുകൊണ്ട് എളിമ അങ്ങ് അറ്റത്തെ എളിമയായിരുന്നു. ആ എളിമ കൊണ്ട് വളർന്നാണ് ഞങ്ങൾക്കതൊരു പ്രത്യേകം പഠിച്ചെടുത്ത ഒരു സംഭവം എന്നല്ല. എല്ലാവരും പറയുന്നത് ഞങ്ങൾ വളരെ എളിമയുള്ളവരാണെന്ന് എല്ലാവരും പറയുന്നു. കേൾക്കുമ്പോൾ സന്തോഷം. അതെനിക്ക് തോന്നുന്നു ഞങ്ങളുടെ രക്തത്തിൽ അരിഞ്ഞതാണ്. അല്ലെങ്കിലും നമ്മുടെ ജോലി എന്താ? ഏറ്റവും വലിയ ജോലി എന്താ? ദാസജോലിയാണല്ലോ, ദാസത്വമാണ്. ദാസൻ എന്നുള്ള പദത്തിന് രണ്ടർത്ഥമുണ്ട്. ദാസൻ, ഞങ്ങളുടെ കുടുംബത്തിന്റെ ഒരു മുദ്ര തന്നെ ശ്രീ പത്മനാഭദാസൻ എന്നാണല്ലോ. അപ്പൊ ദാസൻ എന്നുള്ള പേരിന് ഒന്നിലും നമുക്ക് ദാസനെ പറയാൻ ഒരു സേവക്കാരൻ, ഒരു സെർവന്റ്, അല്ലെങ്കിൽ ദാസനെ അടിമ, സ്ലേവ്. ഇത് രണ്ടും ദാസൻ എന്നുള്ള പദത്തിൽ സൂചിപ്പിക്കുന്നതാണ്. ഞങ്ങളുടെ പഴയ 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 കുടുംബത്തിന് രണ്ടാമത്തേതാണ് ഇഷ്ടം. സേവക്കാരനാണെങ്കിൽ, സെർവന്റ് ആണെങ്കിൽ എനിക്ക് നിങ്ങളുടെയൊക്കെ ജോലി ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിൽ എനിക്ക് പറഞ്ഞിട്ട് പോകാം. പക്ഷെ അടിമയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? അടിമയ്ക്ക് എങ്ങും പോകാനിക്കൂലല്ലോ. അടിമയുടെ ജീവിതം മുഴുവനും യജമാനന്റെ കാലിൽ കെട്ടിക്കിടക്കുകയാണ്. അപ്പൊ ഞങ്ങളുടെ ജീവിതം പാരമ്പര്യമായിട്ട് നൂറ്റാണ്ടുകളായിട്ട്, കണക്കില്ലാത്ത നൂറ്റാണ്ടുകളായിട്ട് ഞങ്ങളുടെ ജീവിതം, ഞങ്ങളുടെ ഭാഗ്യം, ഞങ്ങളുടെ ഡെസ്റ്റിനി, ഞങ്ങളുടെ തലയിലെടുത്ത് എന്ത് വേണമെങ്കിലും പറയാം, അത് പത്മനാഭസ്വാമിയുടെ തൃപ്പാദങ്ങളിൽ കെട്ടിക്കിടക്കുകയാണ്. സാധാരണ അടിമകളുടെ ചങ്ങലയിട്ടാ കെട്ടിയിരിക്കുന്നത്. ഞങ്ങളുടെ അങ്ങനെയല്ല. ആനന്ദത്തിന്റെ പട്ടുനൂല് കൊണ്ട്, ഇൻ സിൽക്കിൻ സ്ട്രാൻഡ്സ് ഓഫ് ബ്ലിസ്, ആനന്ദത്തിന്റെ പട്ടുനൂല് കൊണ്ട് കെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പൊ അടിമകൾക്ക് പ്രത്യേകിച്ച് ഒരു അഹംഭാവം വരേണ്ട ആവശ്യമില്ല. പക്ഷെ ഇത് തന്നെയാണ് ഏറ്റവും വലിയൊരു നേട്ടം, അങ്ങനെ ഒരു സംഭവം. പക്ഷെ ഈ എളിമ എന്ന് പറയുന്നത് എന്തോ എല്ലാവരും പറയുന്നത് നമുക്ക് വളരെ വളരെ സന്തോഷമുണ്ട് അത് കേട്ടതിൽ. താങ്ക് യു അമ്മ, താങ്ക് യു സോ മച്ച്. അപ്പൊ അമ്മ, എനിക്ക് ഈ അഭിരാമി ചോദിച്ചതിന്റെ റിലേറ്റഡ് ആയിട്ട്, അമ്മ പറഞ്ഞതിന് റിലേറ്റഡ് ആയിട്ടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഞാൻ ഒരു ഇന്റർവ്യൂല് അമ്മ പറയുന്നത് കേട്ടായിരുന്നു, ചിത്തിര തിരുമനസ് ഒരിക്കലും പ്രജകളെന്ന് വിളിച്ചിരുന്നില്ല, എന്റെ ജനങ്ങൾ എന്നാണ് വിളിച്ചിരുന്നതെന്ന് കേട്ടിരുന്നു. എല്ലാവർക്കും ഒരുപോലെ ഒരു ഇക്വാളിറ്റി കൊടുക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നല്ലോ. അപ്പോ പക്ഷെ ഈ ഒരു കാലത്ത്, നമ്മളുടെ ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷനിൽ എല്ലാത്തിന്റെ ബേസിസിലും ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. റിലീജിയന്റെ ബേസിസിലായാലും, കാസ്റ്റിന്റെ ബേസിസിലായാലും, ജെൻഡറിന്റെ ബേസിസിലായാലും ഒരു ഡിസ്ക്രിമിനേഷൻ വന്നിട്ടില്ലേ? അപ്പൊ അമ്മയ്ക്ക് പിന്നെ അത് മാത്രല്ല, ഈ നമ്മളുടെ ഈ ഒരു ജനറേഷനിൽ തന്നെ ആണെങ്കിൽ ഒരു വാല്യൂസ് ഒക്കെ പോകുന്ന പോലെ അമ്മയ്ക്ക് തോന്നിയിട്ടുണ്ടോ? ഒരു മുതിർന്നവരോടാണെങ്കിലും ഒരു അനുകമ്പയും സ്നേഹവും ഒക്കെ കുറഞ്ഞതായിട്ട്. ആദ്യത്തെ ചോദ്യം പറയുകയാണെങ്കിൽ, ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ ജെൻഡർ, കാസ്റ്റ്, റിലിജൻ, സോഷ്യൽ സ്റ്റാറ്റസ് ഒരു വേള എല്ലാ കാലവും അത് ഒരു പരിധി വരെ ഉണ്ടായിരുന്നിരിക്കാം. ഇപ്പൊ അത് വളരെ 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 കൂടി. അത് ഇന്നത്തെ പല
കാഴ്ചപ്പാടുകളിൽ പല സെക്ഷൻസ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. തമ്മിലുള്ള സ്പർദ്ധയും അവർ സ്വന്തമായ വ്യക്തിപരമായിട്ടുള്ള നേട്ടത്തിന് വേണ്ടി ഒരുപാട് കോലാഹലങ്ങളും ഒക്കെ കൂട്ടിക്കൊണ്ടുവരികയാണ്. അത് വലിയ കഷ്ടം തന്നെയാണ്. എല്ലാവരും നമ്മളുടെ ഭാരത സംസ്കാരം പറയുന്നത്, സനാതന ധർമ്മം പറയുന്നത് ലോക സമസ്ത സുഖിനോ ഭവന്തു, ലോകം മുഴുവൻ സുഖം പ്രാപിക്കട്ടെ എന്നാണ് ഓരോ വലിയ ചടങ്ങുകളിലും കൊച്ചു ചടങ്ങുകളിലും അവസാനം പറയുന്ന സനാതന ധർമ്മം ഉദ്ഘോഷിക്കുന്ന ഇതാണ്. പക്ഷെ അതിന് പകരം നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ കൂടി വരുന്നുണ്ടെന്നുള്ളതിനെ പറ്റി യാതൊരു സംശയമില്ല. മനുഷ്യന്റെ മനസ്സ് മാറുകയല്ല, മനുഷ്യന്റെ മനസ്സിനെ മാറ്റുകയാണ്. ചില ശക്തികൾ, ഒരു വലിയ ഉരുളി പായസത്തില് ഒരു പാറ്റ വീണാൽ പായസം എത്ര നല്ലതാണെങ്കിലും അത് എടുത്ത് കളയണ്ടേ? അതുപോലെ മനുഷ്യ മനസ്സ് എത്ര നല്ലതാണെങ്കിലും ചിലപ്പോ ചില മനസ്സുകളിൽ ഒരു സ്റ്റേറ്റ് പോലെ എഴുതാത്തൊരു സ്റ്റേറ്റ് അതിൽ വിഷം മുക്കി എഴുതുകയാണെങ്കിൽ, ദേഷ്യം, ദ്വേഷം, അക്രമം, അഹിംസ ഇതൊക്കെ എഴുതുകയാണെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ നമുക്ക് അതിന് വലിയ സങ്കടം തന്നെയാണ്. പക്ഷെ ഈ ഡിസ്ക്രിമിനേഷൻസ് ഒക്കെ ഒരു പരിധി വരെ പല കാലത്തും ഉണ്ടായിരുന്നതാണ്. പക്ഷെ ഇത്ര വ്യക്തമായിട്ടും ഇത്ര കഷ്ടമായിട്ടും വന്നിട്ടില്ല. രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? എന്തായിരുന്നു ചോദിച്ചത്? ഈ ജനറേഷനില് ഒരു വാല്യൂസ്, ഒരു അനുകമ്പ ഒക്കെ നഷ്ടപ്പെട്ടോ? അതെ, വാല്യൂസ് ജനറേഷൻ ജനറേഷൻ തമ്മിലുള്ള ആ വാല്യൂ സിസ്റ്റത്തിന്റെ ഒരു താളം തെറ്റലാണ്. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രായമായവർ വരുമ്പോ അറ്റ്ലീസ്റ്റ് ആദ്യം നമ്മൾ കാണുമ്പോ എങ്കിലും എണീച്ച് നിൽക്കാൻ ഇല്ല. ഐ എം സോറി, ഞാൻ എന്റെ മൊബൈൽ ഒന്ന് ഓഫ് ചെയ്യാൻ നോക്കുക. അത് സമരത്തില്ല, അത് ഓഫ് ആവുന്നില്ല. സാരമില്ല, കുഴപ്പമില്ല. ഓക്കെ, എന്റെ മൊബൈലേ അതിനെപ്പറ്റി ഒന്ന് പറയാം. മൊബൈൽ പോലെ അല്ല, എന്റെ മൊബൈൽ അസാധ്യ വില പിടിച്ച മൊബൈലാണ്. അതിന് എത്ര വിലയാന്ന് അറിയാമോ? 1300 രൂപ. ഞാൻ കണ്ടിട്ടുണ്ടമ്മ. അതാണ്. അപ്പൊ അത് ചിലപ്പോ പറഞ്ഞാൽ കേൾക്കില്ല. ഒന്നും അല്ലാത്തത് ചിലപ്പോ അതിനൊക്കെ ഇടിച്ചൊക്കെ ചെയ്യാം. എന്തായാലും അങ്ങനെയാണ്. അപ്പൊ ഇത് ഈ പറഞ്ഞ പോലെ ഈ ജനറേഷൻ തമ്മിലുള്ള ആറ്റിറ്റ്യൂഡ് ഡിഫറൻസ് ചിലപ്പോൾ അരോചകം തന്നെയാണ്. ഞങ്ങളുടെ അമ്മാവൻ വരുമ്പോ എപ്പോഴാണെങ്കിലും ഞങ്ങൾ എണീച്ചിരിക്കുകയുള്ളൂ. രണ്ടമ്മാവന്മാര് വരുമ്പോഴും എപ്പോ വന്നാലും ഞങ്ങൾ എണീച്ചിരിക്കും, ഇരിക്കുന്നവരെ. അതുപോലെ നമ്മളിപ്പോ പ്രായമായതൊക്കെ കാണിക്കുന്ന ബഹുമാനമൊക്കെ സ്നേഹക്കുറവല്ല, പക്ഷെ ആ ഒരു രീതിയായിപ്പോയി. ഇപ്പൊ അങ്ങനത്തെ പല ഭാഗത്തെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഈ സമയത്തിന് ഓരോന്ന് ചെയ്യുക, അല്ലെങ്കിൽ ഓരോന്നിനും ഓരോ സമയം വയ്ക്കുക. ആ ഡിസിപ്ലിൻ ഇൻ ലൈഫ് അത് മാറിയിട്ടുണ്ട്. രാത്രി പകലാക്കാനും പകല് രാത്രിയാക്കാനുമുള്ള പ്രവണത അതുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ പലർക്കും ചെറുപ്പക്കാർക്ക് പ്രായമായവരൊക്കെ ഒന്നും സംസാരിക്കാനില്ല. അവരൊക്കെ എന്ത് സംസാരിക്കാനോ, ഒന്നും സംസാരിക്കാനോ നമുക്കതൊരു മുഷിപ്പും. അപ്പൊ അങ്ങനെ ആ ഒരു ജനറേഷൻ ഗ്യാപ്പ് എല്ലാവർക്കും അല്ല, ചിലർക്ക് വളരെ അടുപ്പമുള്ളവരും ഉണ്ട്, പക്ഷെ പലർക്കും അങ്ങനെ. പിന്നെ ഈ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു ഭവനത്തില് ജോലി എല്ലാവർക്കും ഇല്ലെങ്കിൽ അവർ വിചാരിക്കുന്ന രീതിയിൽ അവർക്ക് ജീവിക്കാൻ പറ്റുകയില്ല. ആഗ്രഹങ്ങളും ആവശ്യങ്ങളും കൂടി വരും. ഒരു TV ഉണ്ടായാലും പോലെ അടുത്ത വീട്ടിൽ 18 ഇഞ്ച് 22 ഇഞ്ച് TV ആണെങ്കിൽ നമുക്കും അത് വേണം. അടുത്ത വീട്ടിലോ അങ്ങനത്തെ കാറുണ്ടെങ്കിൽ നമുക്കും അത് വേണം. അപ്പൊ അങ്ങനെ പിന്നെ ബ്രാൻഡഡ് ഐറ്റംസ് ഇന്ന് കാണുന്നില്ലേ? ഈ മോളുകൾ, ഷോപ്പിംഗ് മോൾ. എന്തിനാ ഇവിടെ ഷോപ്പിംഗ് മോളിന്റെ ആവശ്യം? ഇത്രയും ഒരു അൺനെസസറി വേസ്റ്റ്. ഈ ഷോപ്പിംഗ് മോളിലുള്ള പല കടകളിലും ബ്രാൻഡഡ് ഐറ്റംസ് ആണ്. വിദേശങ്ങളിലൊക്കെ വരുന്ന ബ്രാൻഡഡ് ഐറ്റംസ്. ഒരു ചെരുപ്പിന് 3000 രൂപ, ഒരു ഹാൻഡ് ബാഗിന് 6000 രൂപ. അത് വാങ്ങിക്കാനുമുണ്ട്, അവിടെയാണ് അത് വാങ്ങിക്കാനും. പിന്നെ സാരികളുടെ ഒക്കെ വില നമുക്ക് പലർക്കും അറിയാമായിരിക്കാം. ഞെട്ടുന്ന രീതിയിലുള്ള സാരികൾ. അപ്പൊ ഇങ്ങനെ കൺസ്യൂമർ ഐറ്റംസ് കൂടി വരുമ്പോൾ നമ്മുടെ ആളുകൾ ബേസിക്കലി കൺസ്യൂമർ ഗളികളാണ്.
ഇക്കണോമിക്സും കൊമേഴ്സും ഒക്കെ പഠിക്കുന്നവരില്ല, അത് മറ്റേ പാടിയ കുഞ്ഞാണ്. അപ്പൊ ആ കോമേഴ്സ് ഒക്കെ പഠിക്കുന്നതല്ലേ, ഗളിബിലിറ്റി ഓഫ് ദി കൺസ്യൂമറിനെ ഏറ്റവും കൂടുതൽ എക്സ്പ്ലോയിറ്റ് ചെയ്ത് വരുന്ന ഒരു സമൂഹമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ രൂപ വേണം. അപ്പൊ രൂപയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഒരുപാട് പേര്. അതിന്റെ കൂടെ ഇപ്പൊ ഒരു വീട്ടിൽ അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ രണ്ടുപേരും ജോലി. ഈ കുട്ടിയുടെ മേലുള്ള ശ്രദ്ധ കുറയും. ഒരു അപ്പൂപ്പനോ അമ്മൂമ്മയോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഭയങ്കര, അതില്ലെങ്കിൽ ഇതൊരു പ്രശ്നമാണ്. അവർ ജോലി പോയി ഇവരെന്ത് ചെയ്യും? ഇന്ന് വേറൊരു വലിയ ഒരു അബദ്ധം കൂടെ വന്നേർന്നിട്ടുണ്ട്, ഈ മൊബൈലും തുടങ്ങിയ ഈ വേലകളൊക്കെ. അപ്പൊ അച്ഛനും അമ്മയും ഇല്ലെങ്കിൽ ഇതിൽ കൂടി ഇവരെന്ത് ചെയ്യുന്നു? ആരെയെല്ലാം കോണ്ടാക്ട് ചെയ്യുന്നു? ചാറ്റ്. അത് എനിക്ക് ചാറ്റൊന്നും എനിക്കറിയാൻ പറ്റും, ഞാനത് ചേർത്തിട്ടില്ല. ചാറ്റ് പിന്നെ അതുപോലെ എന്തൊക്കെയോ ഉണ്ടല്ലോ, അതിലൊന്നും എനിക്കറിയാൻ വയ്യ. അപ്പൊ ഇതിലൊക്കെ ചേർന്ന് എന്തെല്ലാം അബദ്ധങ്ങൾ നമുക്ക് വരുത്തി വയ്ക്കാം, എന്തെല്ലാം തെറ്റായ ബന്ധങ്ങളിലേക്ക് നമുക്ക് വലിച്ചഴക്കപ്പെടാം, അതൊക്കെ പലപ്പോഴും പേരൻസ് അറിയുന്നില്ല. പിന്നെ അടുത്ത അബദ്ധം, എന്തെങ്കിലും ഒന്ന് ഒരു കുട്ടിയെ തിരുത്തി എന്തെങ്കിലും കുറച്ച് ഹാർഷായിട്ട് പറഞ്ഞാൽ മതി, പേപ്പറിൽ കാണുന്നുണ്ട് വഴക്ക് പറഞ്ഞു, അല്ലെങ്കിൽ ആ കുട്ടിയിലെങ്കിൽ ഒരു ജോഡി ചെരുപ്പ് വാങ്ങിക്കാതിരുന്നതിന് വേണ്ടി ഒരിക്കലും. അപ്പൊ ഈ ജീവിതം, മനുഷ്യ ജീവിതത്തിന്റെ വില ഇത്രയേ ഉള്ളൂ. കുട്ടികൾക്ക് പോയി ആത്മഹത്യ, തൊട്ടനും പിടിച്ചനും ഒക്കെ ആത്മഹത്യ. അപ്പൊ ഈ അച്ഛനമ്മമാർക്കും അല്ലെങ്കിൽ രക്ഷകർത്താവർക്ക് പേടിയാണെങ്കിലും പറ്റി വരെ കുട്ടികളെ കൺട്രോൾ ചെയ്യാൻ. അങ്ങനെ ഒരു പരിസ്ഥിതി ഒരിക്കലും പണ്ടത്തെ കാലത്ത് ഇല്ലായിരുന്നു. അത് വളരെ 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 അൺഹെൽത്തി ആയിട്ടും ഡേഞ്ചറസ് ആയിട്ടും ലമെന്റബിളുമായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. നമുക്ക് ഭഗവാൻ തന്നിരിക്കുന്ന ആ മനുഷ്യജന്മം എത്രയോ ലക്ഷോപലക്ഷം ജീവന് വരുന്നതാണ് ഏറ്റവും ശ്ലാഘ്യമായിട്ട് വരുന്ന മനുഷ്യജന്മം. ഈ മനുഷ്യജന്മം ഇങ്ങനെ ഒരു നിസ്സാര കാര്യത്തിന് വേണ്ടി ത്യജിക്കുക എന്നൊക്കെ പറയുന്നത് കാണുമ്പോൾ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഇന്നത്തെ സൊസൈറ്റി, എക്സ്പോഷർ, ഒരുപാട് തെറ്റായ എക്സ്പോഷർ വരുന്നുണ്ട്. അതിന്റെ കൂടെ ഒരുപാട് തെറ്റായ രീതിയിലുള്ള എക്സ്പോഷർ വരുമ്പോൾ പ്രത്യേകിച്ച് കുട്ടികളുടെ മനസ്സ് വളരെ പെട്ടെന്ന് നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാവുന്നതാണ്. അതിന് അനവധി കഷ്ടനഷ്ടങ്ങളും കണ്ണുനീരും ഒക്കെ ഇപ്പോ നമ്മൾ ധാരാളമായിട്ട് കാണുന്നു, വായിക്കും. അമ്മ, നമ്മുടെ നേരത്തെ ഉള്ള കാലഘട്ടവും ഇപ്പോഴത്തെ കാലഘട്ടവും തമ്മിലുള്ള ഒരു വ്യത്യാസം പറഞ്ഞല്ലോ. അതേപോലെ തന്നെ പണ്ട് കാലഘട്ടത്ത് സ്ത്രീകൾക്ക് കുറച്ചും കൂടി ഇത്രയും സ്ത്രീകൾക്ക് നേരെ അതിക്രമങ്ങളൊന്നും അധികം ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് അതിക്രമങ്ങളാണ് സ്ത്രീകൾ നേരിടുന്നത്. അപ്പോ ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് ഇപ്പോഴത്തെ പെൺകുട്ടികളോട് അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുവാനുള്ളത്? എങ്ങനെയാണ് അവര് ഇതിനെയൊക്കെ നേരിടേണ്ടത് എന്നുള്ളതെന്ന് പറയുമോ? ഈ പെൺകുട്ടികളൊക്കെ പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞാല് ഇപ്പൊ എല്ലാവർക്കും എല്ലാം അറിയാം. നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ആർക്കും ഒരു ഉപദേശം കേൾക്കാൻ ഇഷ്ടമില്ല. പക്ഷെ ഒരു പരിധി വരെ പെൺകുട്ടികൾ തന്നെ ആണ് ആപത്തിനെ ക്ഷണിച്ചു വരുത്തുക. ഒരു പരിധി വരെ, എപ്പോഴും അല്ല. പല കേസും അങ്ങനെയല്ല. അല്ലാതെയുള്ള പലതും, എന്നെ കല്യാണം കഴിക്കാന്ന് പറയുന്നു, ഞാൻ ആ മനുഷ്യനോട് ജീവിക്കുന്നു, അയാൾ മൊബൈലില് പാടില്ലാത്ത സീൻസ് ഒക്കെ അയാൾ മൊബൈലിൽ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കുറച്ച് വളരെ കൂടുതൽ ഫ്രീഡം ബിറ്റ്വീൻ ദി സെക്സസ്, ആണും പെണ്ണുമായിട്ടുള്ള വളരെ കൂടുതലുള്ള ഫ്രീഡം. പ്രത്യേകിച്ച് അത് വിവാഹമൊന്നും കഴിച്ചിട്ടില്ല, യങ് ഏജിലാണ്, ആ കാലത്ത് ഉള്ള ഒരു അൺഹെൽത്തി ഫ്രീഡം പലപ്പോഴും ഇങ്ങനെയൊക്കെ സംഭവിക്കാനായിട്ട് സാധിക്കും. പിന്നെ മാത്രമല്ല, ഇപ്പം ഒരുപാട് പെൺകുട്ടികൾക്ക് ജോലിയുണ്ട്, അവർക്ക് ജോലിയുണ്ട്, അവർക്ക് സ്വന്തമായിട്ടുള്ള ആദായമുണ്ട്. അപ്പൊ അവർക്കിപ്പോ പണത്തിന് വേണ്ടി അവർക്ക് അവരുടെ അച്ഛനമ്മമാരെയോ അവരുടെ രക്ഷകർത്താക്കളെയോ അവർക്ക് നമ്മളുടെ ആവശ്യമുണ്ട്. അവർക്ക് ആ സ്വന്തമായിട്ട് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വരുമ്പോൾ അതിന്റെ കൂടെ അവരുടെ ബിഹേവിയറൽ ഇൻഡിപെൻഡൻസ് വരിക. പിന്നെ പലപ്പോഴും എനിക്ക് അറിയാവുന്ന ഒരു കേസാണ്. പെൺകുട്ടിയാണ്, തിരുവനന്തപുരത്ത് ഒരു വലിയ എസ്റ്റാബ്ലിഷ്മെന്റിൽ ജോലി ചെയ്യാണ്. അപ്പൊ അവിടെ നൈറ്റും ഡേയും ഒക്കെ മാറി മാറി ഡ്യൂട്ടി ഉണ്ട്. വീട്ടിൽ പറഞ്ഞിട്ട് പോകുന്നത് നൈറ്റിൽ ഡ്യൂട്ടി ഉണ്ട്, പക്ഷെ പോകുന്ന അവിടെ അല്ല. ആൺകുട്ടികളുടെ ഫ്രണ്ട്സ് ഉണ്ട്, അവരുമായിട്ട്
പിന്നെ വേറൊരു പെൺകുട്ടിയുണ്ട്, അവരെല്ലാം കൊണ്ട് ചുറ്റിക്കറങ്ങി ഏതോ ഫ്ലാറ്റിന്റെ മുകളില് ടോപ്പ് ഫ്ലോറില് രാത്രി 1 മണി വരെ പാർക്കി ചാടിക്കാൻ സാധിക്കുകയില്ലേ. പിന്നെ ആൺകുട്ടികൾ വിചാരിക്കാൻ ഈ പെൺകുട്ടികള് ഈസി ബ്രെയിൻ, അവർക്ക് കൈ കൊണ്ടി പിടിച്ചാൽ അവർ വന്നോളും. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ പലർക്കും പറ്റുന്നുണ്ട്. പിന്നെ വേഷം, വസ്ത്രവിധാനം, ഇപ്പോഴത്തെ രീതിയിലുള്ള പലപ്പോഴും പല വേഷവും നമുക്ക് ആപത്ത് ആണ്. പല രീതിയിലുള്ള വേഷങ്ങൾ പെൺകുട്ടികൾ ഇടുന്നത്. അതേപറ്റി എനിക്ക് കൂടുതൽ പറയാൻ ഇഷ്ടമല്ല. ഒരു മാത്രം പറയാം. ഇപ്പൊ പിന്നെ ഷെർബാർ കമ്മീസാണ്, അപ്പൊ അത് അത്ര വരുന്നില്ല. അല്ലെങ്കിൽ മുട്ടത്തിന് മുകളിൽ ഇരിക്കുന്ന ഉടുപ്പുകൾ, ഇപ്പൊ ഫ്രോക്കുകൾ വരാൻ തിരിച്ച. നമ്മൾ ഫ്രോക്ക് നമ്മുടെ അല്ല, നമുക്ക് എന്തിനാ ഫ്രോക്ക്? ആ ഫ്രോക്കിന്റെ നീളം ഒരു കുട്ടി ഇതുപോലെ ഒരു മുട്ടറ്റം വരെ ഒരു ഉടുപ്പ് ഇട്ടുകൊണ്ട് ബസ് കയറാൻ നിൽക്കുക, കാലിട്ട് പൊക്കാൻ നോക്കിയിട്ട് ഇവിടുത്തെ പുറയുള്ള പുരുഷനെ അവിടെ തൂക്കിയെടുത്ത് അവർ അപ്പൊ സീറ്റിലിരുന്നാലും ഇത് മുകളിലേക്ക് പൊങ്ങി പോകും. അങ്ങനെ അത് മാത്രമല്ല, ഒരു വളരെ ചെറിയ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. പല രീതിയിലുള്ള വേഷവിധാനമാണെങ്കിലും ഇവരുടെ പിന്നെ ഫോണിലുള്ള ആപത്ത്, ഈ ഫോണും ഇന്റർനെറ്റും യൂട്യൂബും അതും ഇതുമാണ്, ഇതൊക്കെ കൂടെ ഉള്ള ഈ ടെക്നോളജി കൊണ്ടുള്ള മിസ്യൂസ് വലിയ ആപത്താണ്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇവര് തന്നെ ഒരു പരിധി വരെ ആപത്ത് വരുത്തുകയാണ്. പിന്നെ എന്തിന്റെ സെക്കൻഡ് ഷൂവിന് പോകും? ഇപ്പൊ ഒരു ബോയുമായിട്ട് പശുവിന് പോകും, ബോയുമായിട്ട് പോണെങ്കിൽ തന്നെ പശുവിന് പോകൂടെ, നാട്ടിലേക്ക് പോകൂടെ, സെക്കൻഡ് ഷൂവിന് പോകും. അതൊക്കെ അബദ്ധമാണ്, ഇന്നുണ്ടെങ്കിൽ നാളെ അബദ്ധമാണ്. അപ്പൊ ഒരു പരിധി വരെ പെൺകുട്ടികള് തെറ്റുകാരാണ്. അവര് സൂക്ഷിച്ചേ പറ്റൂ. അവര് ചിരിയിലും നോട്ടത്തിലും വീഴാൻ സാധ്യതയുള്ള പയ്യന്മാരുണ്ട്, അല്ലെങ്കിൽ വീഴാൻ റെഡിയായി നിൽക്കുന്നുണ്ട്. ഇവര് ചിരിക്കാൻ ഇറങ്ങി അവർ വീഴാൻ റെഡി പിന്നെ ആവപ്പെടും. അപ്പൊ അങ്ങനെയുള്ളത് അവര് തന്നെ നോക്കണം. അവര് ജീവിത രീതി, അവര് പോകുന്ന സ്ഥലങ്ങളും അവര് പെരുമാറുന്ന ആളുകളും ഒക്കെ അവര് തന്നെ നോക്കുകയാണെങ്കിൽ പരിധി വരെ കുറയും. പക്ഷെ ഒരുപാട് കൂടുതൽ കൃത്യങ്ങളും ഒരുപാട് ക്രൈംസും അങ്ങനെയല്ല. തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുന്നു എന്തെല്ലാമൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. അതൊന്നും ഈ പെൺകുട്ടികളുടെ കുറ്റമല്ല. ഏതൊരു മനുഷ്യനല്ലാതെ മൃഗം പോലും കാണിക്കുന്ന രീതിയിൽ ഉള്ള രീതിയിൽ പെരുമാറുമ്പോൾ ഈ കുട്ടികൾക്ക് ഏതെങ്കിലും ഒരു ദിവസം ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞത് പേപ്പറില് ഇങ്ങനെ ബലാത്സംഗത്തിനെ പറ്റി ഇല്ലാത്ത കേസ് എവിടെയെങ്കിലും ഇന്ത്യയില് ഇവിടെ അല്ലെങ്കിൽ അവിടെ അല്ലെങ്കിൽ. പക്ഷെ ഇതിനൊക്കെ പറ്റുന്നത് ഇതിന്റെ ശിക്ഷയാണ്. ഇതിന്റെ ഈ കേസുകൾ വിചാരണ ചെയ്യുമ്പോഴത്തേക്ക് വർഷങ്ങൾ ഈ കുട്ടി ഇത് സഹിച്ച കുട്ടിയുടെ മാനസിക സ്ഥിതി എന്താണ്? കയറി ഇറങ്ങി എന്തിനാണ് പലരും ആത്മഹത്യ ചെയ്യുന്നത്? സമുദായത്തിനെ നോക്കാൻ നിവർത്തിയില്ല, സമുദായത്തിൽ ജീവിക്കാൻ നിവർത്തിയില്ല. കേസ് ഒരിക്കലും തീരുകയില്ല. പിന്നെ ശിക്ഷ. ഇപ്പോഴും ഞാൻ വായിക്കുന്നു, ഒരു സ്ഥലത്ത് ഒരു അച്ഛൻ ഒരു മകളെ, 8 വയസ്സായ മകളെ അനവധി സ്വന്തം വ്യക്തിപരമായിട്ടുള്ള നേട്ടത്തിന് വേണ്ടി എത്രയോ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി, എത്രയോ പുരുഷന്മാരെ വേണ്ടി നിർത്തിക്കും. എന്നിട്ട് ഈ കുട്ടിക്ക് 8 വയസ്സായ കുട്ടിയാണ്. 10 വയസ്സായപ്പോഴാണ് ഈ വെളിയിലേക്ക് വരുന്നത്. ഈ അമ്മ എന്താ അന്വേഷിക്കാത്തതെന്നില്ല. ചില സമയത്ത് അമ്മയ്ക്ക് അറിയാമോ മിണ്ടാതിരിക്കും, പക്ഷെ പല സമയത്തും അമ്മ പ്രതികരിക്കാറുണ്ട്. ഏതായാലും ഇത് വലിയ കേസായി, എത്രയോ വർഷം ഈ കേസ് നിന്നു. കൊടുത്ത വിധി എന്താണ്? ഇംഗ്ലീഷിലാണ് എഴുതിയിരുന്നത്. അതില് ഈ മനുഷ്യന് 7 വർഷം കഠിന തടവും and he was slapped with a fine of 21,000 rupees. സ്വന്തം മകളുടെ ജീവിതം നശിപ്പിച്ചതിന്റെ 7 കൊല്ലവും 21,000 രൂപ. ഇത് എന്തോന്ന ശിക്ഷയാണ്? ഒരു ശിക്ഷയാണ്. അപ്പൊ അങ്ങനെ അത് കൂട്ടി നിൽക്കുന്നത്. പക്ഷെ വളരെ ഗൗരവമായിട്ടാണ് സ്വന്തം മകളെയാണ് അവിടെ ചെയ്തിരിക്കുന്നത്. ഈ രീതിയിലൊക്കെ വരുമ്പോഴ ശിക്ഷ കുറെ കൂടെ ശക്തമായില്ലെങ്കിൽ, മാതൃകാപരമായില്ലെങ്കിൽ, പിന്നെ അത് മാത്രമല്ല പെട്ടെന്ന് കേസുകൾക്ക് തീർന്നു വന്നില്ലെങ്കിൽ വർഷക്കണക്കിന് നിന്നുള്ള കേസ് തീരുമ്പോഴത്തേക്ക് എന്താ കാര്യം? അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് കുറെ കൂടെ കുറയുമായിരിക്കും. പക്ഷെ പെൺകുട്ടികൾ തീർച്ചയായിട്ടും സൂക്ഷിക്കാൻ പറ്റും. ഒട്ടുമല്ല അവർ പഠിക്കട്ടെ, കറാട്ടെ പഠിക്കട്ടെ. പയ്യൻ കൊണ്ടുവരുമ്പോഴത്തെ കറാട്ടെ പഠിക്കാനെങ്കിൽ പക്ഷെ
അമ്മയ്ക്ക് തോന്നിയിട്ടുണ്ടോ രാജഭരണമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ എളുപ്പത്തില് കാര്യം ശിക്ഷ നടപ്പാക്കിയേനെന്ന്? ഇപ്പൊ ഞങ്ങളൊക്കെ സാധാരണ ആൾക്കാർ പറയുന്ന ഇപ്പൊ ഒരു രാജഭരണം എന്ന അവന്റെ തല ഇപ്പൊ വെട്ടിക്കളഞ്ഞേനെന്ന് പറയും നമ്മുടെ ഈ ഇപ്പൊ അമ്മ പറഞ്ഞ കേസസിലൊക്കെ. അപ്പൊ അമ്മയ്ക്ക് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും അങ്ങനെ രാജഭരണമായിരുന്നെങ്കിൽ? ആദ്യത്തെ കാര്യം എനിക്ക് കമ്പാരിസൺ പറയാൻ ഇഷ്ടമല്ല, പക്ഷെ പലപ്പോഴും തെറ്റിദ്ധാരണയുണ്ട് രാജഭരണകാലത്തൊക്കെ ഈ ശിക്ഷകൾക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ് ആണെന്ന്. തലവെട്ടുവോ തൂക്കിക്കൊല്ലോ. തിരുവനന്തപുരം മഹാരാജ തിരുമനസിന്റെ കാലത്താണ് ആദ്യമായിട്ട് വധശിക്ഷ നിർത്തലാക്കിയത് ഏഷ്യയില്. ഓൾ ഏഷ്യ ഫസ്റ്റ് ആണ് ക്യാപിറ്റൽ പണിഷ്മെന്റ് അബോളിഷ് ചെയ്യുന്നത് തിരുവനന്തപുരം മഹാരാജയുടെ കാലത്താണ് നിർത്തിവെക്കുകയായിരുന്നു. അപ്പൊ ഈ തലവെട്ടലൊന്നും തിരുവിതാംകൂറിൽ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് അറിയാൻ വയ്യ. അപ്പൊ അങ്ങനെ പക്ഷെ ശിക്ഷ ഒത്തിരി എളുപ്പമായിരിക്കുമെന്നോ. മാത്രമല്ല ഇന്നത്തെ സ്വാതന്ത്ര്യമില്ലല്ലോ. സ്വാതന്ത്ര്യത്തിന്റെ ദുസ്വാതന്ത്ര്യത്തിലുള്ള സാഹചര്യങ്ങളും വന്നില്ല. ഒരു പെൺകുട്ടിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാനും പോയി രാത്രി 8 മണിക്ക് ആരും ചോദിക്കുക അതൊന്നും നടക്കുന്നത്. അപ്പൊ അന്നത്തെ സാഹചര്യം വ്യത്യാസമാണ്, ഇന്നത്തെ സാഹചര്യം അന്നത്തെ ഒരുപാട് വ്യത്യാസമാണ്. അപ്പൊ അതുകൊണ്ട് അന്ന് ഇങ്ങനത്തെ കാര്യങ്ങൾ കുറെ കൂടെ വളരെ കുറവായിരുന്നു. സാഹചര്യമാണ്. പിന്നെ കുറെ കൂടെ പേടിയുണ്ടായിരിക്കും ശിക്ഷയുടെ കാര്യത്തിൽ. പേടിയുണ്ട് പെട്ടെന്ന് കുറച്ചുകൂടെ പെട്ടെന്ന് ശിക്ഷ. ചില അന്ന് ഒരു സ്റ്റേറ്റ് അല്ലേ, ഇപ്പൊ ട്രാവൻകൂർ സ്റ്റേറ്റ് വിധി ട്രാവൻകൂർ സ്റ്റേറ്റ് നിൽക്കും. ഇന്നിപ്പോ കേരളത്തിലൊരു വിധി പറയുകയാണെങ്കിൽ നമുക്ക് തിരുവനന്തപുരത്തിൽ വിധി പറയുകയാണെങ്കിൽ ഹൈക്കോടതിയിൽ പോകാം. ഹൈക്കോടതിയിൽ പോയാൽ സുപ്രീം കോടതിയിൽ പോവാം ഡൽഹിയില്. അന്ന് അതില്ലല്ലോ. അന്ന് ഈ ഇടവട്ടത്തിൽ ആ വിധി തീർന്നു. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നുണ്ട് ആ കാര്യത്തില്. അപ്പൊ അമ്മ ഇവിടെ എന്തെങ്കിലും ചോദിക്കുന്ന എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്താണ് ഇപ്പൊ കുറച്ചു ദിവസം മുമ്പാണ് നമ്മളിവിടെ കൊറോണ കാലത്തും നമ്മൾ ചെറിയ രീതിയിൽ ഓണമൊക്കെ ആഘോഷിച്ചത്. അപ്പൊ എനിക്ക് അറിയാനുള്ള ഒരു ആഗ്രഹമാണ് ഈ നമ്മുടെ രാജഭരണകാലത്തുള്ള ഓണവും ജനാധിപത്യ കാലത്തുള്ള ഓണവും തമ്മിലുള്ള ഒരു വ്യത്യാസം ഒന്ന് അമ്മയ്ക്ക് പറയാൻ പറ്റും? രണ്ടും അമ്മ ആഘോഷിച്ചിട്ടുണ്ടല്ലോ, അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് ഞങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമോ? രാജഭരണ കാലത്തുള്ള അത് പണ്ടത്തെ കാലത്തുള്ള ഓണം ഒരു വളരെ മനസ്സിൽ നിന്ന് വന്നൊരു ഓണം തന്നെയായിരുന്നു. ആളുകൾ പക്ഷെ അവരവരുടെ വീടുകളിലാണ് കൂടുതലും അവരവരുടെ വീടുകളിലാണ് ഓണം ആഘോഷിച്ചുകൊണ്ടിരുന്നത്. കൂടുതലും ഉള്ളിലാണ്. ഇപ്പോ ഔട്ട്സൈഡ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കാലങ്ങൾ മാറിയപ്പോഴത്തേക്കും ഗവൺമെന്റുകൾ സ്റ്റേറ്റ് ലെവലിൽ ഓണാഘോഷങ്ങൾ നടത്തുന്നുണ്ട്, ഓണം പ്രൊസഷൻസ് നടത്തുന്നുണ്ട്, ഓണം ഫെസ്റ്റിവൽസ് നടത്തുന്നുണ്ട്. ഒരു വിധത്തിൽ അത് നല്ലതാണ്. എന്നുവെച്ചാൽ ആളുകൾക്ക് 365 ദിവസവും ഒരു രീതി പോകുമ്പോൾ എന്തെങ്കിലും ഒരാഴ്ച എന്തെങ്കിലുമൊക്കെ കാണാനും കേൾക്കാനും ഉത്സാഹിക്കാനും ഒക്കെ ഉള്ള അവസരങ്ങൾ മാത്രമല്ല, ഒരുപാട് നാടൻ കലകൾ, നാടൻ കരകൗശല വസ്തുക്കള്, ഇതിനൊക്കെ ഒരു വിപണി അവിടെ വരികയാണ്. പലതിനെ പറ്റി ആളുകൾ അറിയാണ്, പല നാടൻ കലകളെ പറ്റി അവർ അറിയാൻ തന്നെ വരിക. അപ്പൊ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് അറിയാനും ആ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാനും ഗവൺമെന്റ് തലത്തിലുള്ള ഇന്നത്തെ ഓണാഘോഷങ്ങൾ വളരെ കൂടുതൽ സഹായകരമായിട്ടുണ്ട്. അത് യാതൊരു സംശയമില്ല. പിന്നെ അതിന്റെ ചെലവ് വളരെ ഭീമാകാരമായ ചെലവാണ്. കുറച്ചു കാലമായിട്ട് കൊറോണ ഒരു 4-5 കൊല്ലമായിട്ടുള്ള ഓണാഘോഷങ്ങളൊക്കെ ഒരുപാട് പ്രശ്നം ഉള്ള കാലങ്ങളാണ്. 2 വെള്ളപ്പൊക്കവും ഒരു ഓക്കെയും ഒരു ചുഴലിക്കാറ്റും കൊറോണ, നിപ്പ വൈറസ്, ഇങ്ങനെ പറഞ്ഞ ഓരോ കൊല്ലവും പ്രശ്നമായിട്ട് മുമ്പോട്ട് പോവാണ്. പിന്നെ കൊറോണ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ കാലത്തൊക്കെ കൊട്ടാരത്തിലെ ഓണമാണെങ്കിൽ ബാക്കിയുള്ളവരെ ഓണം പോലെ തന്നെയാണ്. 4 ദിവസത്തെ ഓണവും കുഞ്ഞറിടുക, അത്തപ്പൂവും ഇടുക, അതെല്ലാം ഉണ്ട്. പിന്നെ ഓണക്കോടി കൊടുക്കുക, തിരുമനസ് എല്ലാവർക്കും ഓണക്കോടി കൊടുക്കും. സ്റ്റാഫിനും റിലേഷൻസിനും ഞങ്ങളുടെ ക്ലോസ് റിലേഷൻസിനും വെളിയിൽ നിന്ന് വരുന്ന ഇൻവൈറ്റീസിനെ ഓണക്കോടി കൊടുക്കുക. പിന്നെ ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് 4 ദിവസം അടുപ്പിച്ച് അവധിയാണ്. അതാണ് ഞങ്ങൾക്ക് ഈ ഓണത്തിന്റെ ഏറ്റവും വലിയ ഒരു കാര്യം. അതാണ് കുട്ടിക്കാലത്ത് ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് 4 ദിവസം അടുപ്പിച്ച് അവധി കൊടുക്കുന്നത് ഓണത്തിന് മാത്രമാണ്. ക്രിസ്മസ് ഹോളിഡേയും സമ്മർ ഹോളിഡേയും ഒന്നും ഞങ്ങൾക്കില്ല. ക്രിസ്മസ് ഹോളിഡേയും 2 ടീച്ചേഴ്സ് ക്രിസ്ത്യൻസ് ആയതുകൊണ്ട് അവർ ക്രിസ്മസിന് ന്യൂ ഇയറും വരില്ല. പക്ഷെ ബാക്കി ടീച്ചേഴ്സ് ഹിന്ദുസ് ആയതുകൊണ്ട് അവർ വരും. അപ്പൊ അവിടെ ക്രിസ്മസ് പോയി. പിന്നെ സമ്മർ ഹോളിഡേസ് ഞങ്ങൾ എവിടെ പോയാലും ഞങ്ങളുടെ ടീച്ചേഴ്സ് ഞങ്ങളുടെ കൂടെ വരും. എല്ലാവരും ടീച്ചേഴ്സ് എല്ലാവരും കൂടെ വരും. അവിടെ എവിടെ പോയാലും അവിടെ
ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ട്. അപ്പൊ അവിടെ നമുക്ക് ഹോളിഡേയ്സ് ഇല്ല. ഓണം ഹോളിഡേയ്സ് 4 ദിവസം അടുപ്പിച്ച് വരുന്നത്. 4 ദിവസം പിന്നെ ഒറ്റപ്പെടുത്താമോ 4 ദിവസം. അപ്പൊ ഞങ്ങൾക്ക് ഓണം അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി. പിന്നെ കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാവിലെ കുളിച്ച് പത്മനാഭസ്വാമി പോയി സ്വാമിയെ തൊഴുത് ഇവിടെ തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തില് ഉള്ള പത്മനാഭന്റെ തിരുനാളും കൂടെയാണ്. ഭഗവാന്റെ തിരുനാളൊന്നും വേറെ കാര്യം. പക്ഷെ ഒരു ഇതാണ് പല ക്ഷേത്രങ്ങളിലും. ഇന്ന ക്ഷേത്രത്തിൽ ദേവന്റെ തിരുനാളെന്നൊക്കെ പറയുന്ന ചില ക്ഷേത്രങ്ങളുണ്ട്. ഇവിടെ എന്തായാലും ചിങ്ങമാസത്തിൽ തിരുവോണമാണ് സ്വാമിയുടെ തിരുനാൾ. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ അവിടെ പോയി തൊഴുക. അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ ഈ വ്യത്യാസങ്ങളില്ല. അതുകൊണ്ട് ഇപ്പൊ പിന്നെ കൊറോണ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആർക്കും തന്നെ ഒരു ഓണം ആഘോഷിക്കാനായിട്ടുള്ള ഒരു മനസ്ഥിതി മിക്കവാറും ഇല്ല. പിന്നെ ഒരു ചെറിയ തോതിൽ എല്ലാവരും നാമകേ വാസ്തെ പേരിന് ഓണം ആഘോഷിക്കുകയല്ല, ഓണം അംഗീകരിക്കുക, റെക്കഗ്നൈസ് ഓണം. ആ രീതിയിൽ അത്യാവശ്യ കാര്യങ്ങൾ നടത്തുക എന്നുള്ളതേ ഉള്ളൂ. നാട് മുഴുവൻ കരയുമ്പോൾ നമുക്ക് എന്ത് തോന്നണം? അമ്മ, എനിക്കൊരു ക്യൂരിയോസിറ്റി കൊണ്ട് ഞാൻ ചോദിക്കുവാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഞാൻ ഇവിടെ ട്രിവാൻഡ്രത്ത് 1 മാസം ഉണ്ടായിരുന്നപ്പോ ആന്റി എന്നെ നെടുമങ്ങാട് പാലസിലെ കോയിക്കൽ പാലസിൽ കൊണ്ടുപോയി. എന്നെ മ്യൂസിയത്തിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ ഞാൻ അങ്ങനെ അധികം സ്ഥലത്ത് ഈ മ്യൂസിയത്തിലൊന്നും അധികം ഞാൻ പോയിട്ടില്ല. പക്ഷെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ട ഏറ്റവും അത്ഭുതകരമായ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു തുരങ്കമാണ് കോയിക്കൽ പാലസിൽ. അത് ചെന്ന് അവസാനിക്കുന്നത് കവടിയാർ പാലസിലാണെന്ന് ആണ് അവിടുത്തെ ചേച്ചി പറഞ്ഞത്. അപ്പോ അതുപോലെയുള്ള അത്ഭുതങ്ങള് ഇനി ആ കൊട്ടാരത്തിലുണ്ടോ? അമ്മയ്ക്ക് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. എന്നാലും എന്തെങ്കിലും ഇപ്പോ എന്തെങ്കിലും വസ്തുക്കളാണെങ്കിലും ഒക്കെ അതിന്റെ പിന്നിൽ എന്തെങ്കിലും കഥകളോ അത്ര സിഗ്നിഫിക്കന്റ് ആയിട്ട് എന്തെങ്കിലും കൊട്ടാരത്തിലുണ്ടോ? ആദ്യത്തെ കാര്യം, കോയിക്കൽ കൊട്ടാരം ഉമയമ്മ റാണിയുടെ കാലത്താണ്. കൊല്ലം മുമ്പേ 1500s, early 1600s, 1500s ആണ് ഉമയമ്മ റാണി. ഉമയമ്മ റാണിയുടെ കാലത്താണ്, ആദ്യമെൻസിന്റെ കാലത്താണ് ഈ കോയിക്കൽ കൊട്ടാരം കുഞ്ഞു പോയി കണ്ടത്. ഇനി എപ്പോഴെങ്കിലും തിരുവനന്തപുരത്ത് വരുമ്പോൾ കോട്ടയ്ക്കകത്ത് നമ്മുടെ ഭജനപുര കൊട്ടാരത്തിലെ തിരുമാളിക കൊട്ടാരമുണ്ട്, സ്വാതിനാഥ് തിരുമനസിന്റെ. അതുകൊണ്ട് കാണേണ്ടതാണ്. ഇറ്റ്സ് വെരി വെരി നൈസ്. ഞങ്ങളുടെ മ്യൂസിയം ആയിട്ട് പറയുകയല്ല. എനിവേ, അപ്പൊ ഇവിടെ അവർ എന്ത് പറഞ്ഞു ഞാൻ കണ്ടു, ആ പ്രശ്നം കണ്ടു. അവിടുന്ന് കോയിക്കൽ കൊട്ടാരത്തിന്റെ അടിയിലേക്ക് 2 ഗ്രൗണ്ട് ഉണ്ട്. പടി ഇറങ്ങി താഴോട്ട് പോകുന്ന ഗുഹ കണ്ടൊരു തുറങ്കമാണ്. പക്ഷെ ആ തുറങ്കം തീർച്ചയായിട്ടും കവടിയാർ കൊട്ടാരത്തിലേക്കല്ല. യാതൊരു സംശയമില്ല. അതിന്റെ കാര്യം കവടിയാർ കൊട്ടാരം വന്നപ്പോഴാണ് വല്യപ്പൻ തിരുമനസ് മൂലതിരുന്നാൾ തിരുമനസിന്റെ കാലത്ത് ഉമയമ്മ റാണി എപ്പോഴാണ് കൊട്ടാരം കിട്ടിയത്? അത് ഈ കവടിയാരേ ഇല്ല. അപ്പൊ ഇല്ലാത്ത കവടിയാരിൽ എങ്ങനെ തുറക്കാൻ പറ്റും? ഒരു കാട്ടിലേക്ക് തുറന്നു അങ്ങനെ ഇത്രയും ദൂരം. അപ്പൊ ഏതായാലും വെറും തെറ്റാണ്. യാതൊരു കാരണവശാലും പലരും പറയുന്നത് ഇൻട്രസ്റ്റിന് വേണ്ടിയാണ്. ഇതിനെക്കാട്ടിലും കുറെ കൂടെ ശക്തമായിട്ട് പറഞ്ഞ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എനിക്ക് പത്മത്തെ കൊടുക്കുന്ന കവടിയാർ വരെ ഉണ്ട്. തുറങ്ങവുമില്ല. ഇവിടെ ഒരു തുറങ്ങവും ഒരു ഇടനാഴിയുണ്ട്, ഒരു അണ്ടർഗ്രൗണ്ട് ടണലുണ്ട്. അത് കരിക്കല് പടി ഇറങ്ങി ഈ ഞാനിരിക്കുന്ന മുറിയിലെ താഴത്തെ ഞാൻ 2ാമത്തെ നിലയിലിരിക്കുകയാണ്. ആദ്യത്തെ നിലയില് ഇതിന്റെ ഏകദേശം അടുത്ത് വരും. കരിങ്കൽ പടി ഇറങ്ങിപ്പോയാൽ ഒരു അടിപൊളി ഒരു ടണലൊരു തുറങ്കമുണ്ട്. ആ തുറങ്കം എവിടെ പോകുന്ന ഒരു കുറച്ചു ദൂരം, അത്തരം ദൂരം പോയി കഴിഞ്ഞാൽ അവിടെ പോകുന്ന വേറെ ഒരു എക്സൈറ്റിംഗ് സ്ഥലത്തില്ല. ഞങ്ങളുടെ അടുക്കളയില്, ഞങ്ങളുടെ അടുക്കള അണ്ടർഗ്രൗണ്ട് ആണ്. അപ്പൊ ആ അടുക്കളയിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഒരു തുറക്കം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇതാണ് ഞങ്ങൾക്കുള്ളത്. അത് ഞങ്ങൾക്ക് ഒരു തുറങ്കവും ഇല്ല, ഒരു അണ്ടർഗ്രൗണ്ടും ഇതൊന്നും. അത് വെറുതെയാണ് ആളുകൾ പറയുന്നത്. പിന്നെ ഒരു പ്രത്യേകത, പല പ്രത്യേകതകളും ഓരോ പഴയ കെട്ടിടങ്ങളിൽ കാണുമായിരിക്കാം. പക്ഷെ ഒരു പ്രത്യേകത വേണമെങ്കിൽ പറയുന്നത് ഞങ്ങളുടെ ലിഫ്റ്റാണ്. അത് കുഞ്ഞ് കണ്ടിരിക്കണം. അന്ന് വന്നപ്പോ കവടിയാർ വന്നപ്പോ കണ്ടിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ. ആ ലിഫ്റ്റിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇത് കംപ്ലീറ്റ് മരം കൊണ്ടുണ്ടാക്കിയ തടി ലിഫ്റ്റാണ്. അതിനെത്ര എത്ര പ്രത്യേകത എന്ന് ചോദിച്ചതുണ്ട്. അതിന്റെ വലവല പോലത്തെ ആദ്യത്തെ കഥ വലവല പോലത്തെ കഥ. ആ കഥയിലെ ആണിയും റോളർ വരെ തടിയാണ്.
ഗുഡാണ്. മാത്രമല്ല യൂറോപ്യൻ കൺസ്ട്രക്ഷൻ ആണ്, സ്റ്റിക്ലർ കമ്പനിയാണ്. ഇതാണ് കേരളത്തിലെ ആദ്യത്തെ ലിഫ്റ്റ്. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. കേരളത്തിലെ ആദ്യത്തെ ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ എല്ലാ ക്ഷേത്രങ്ങളും കൊണ്ട് പോലെ പല കാര്യങ്ങളും കാണുമായിരിക്കും. താങ്ക് യു അമ്മ. ഇനി സാന്ദ്രയാണോ അഭിരാമിയാണോ? ഓക്കെ, ഞാൻ ചോദിക്കാം അമ്മ. ജീവിതത്തിലെ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ളത് അമ്മയെ കൊട്ടാരത്തിൽ നിന്നും ആരാണ്, അതുപോലെ തന്നെ കൊട്ടാരത്തിന് പുറത്തു നിന്നും ആരാണ്? ഏറ്റവും സ്വാധീനിച്ചാൽ കൊട്ടാരത്തിൽ പൊന്നമ്മ ചിത്രയിൽ നിന്നാണ്. പുറത്തു നിന്നോ? ഒരുപാട് പേരെന്നെ സ്വാധീനിച്ചു. അപ്പൊ നിങ്ങൾ തന്നെ എന്നെ സ്വാധീനിച്ചിട്ടില്ലേ? നിങ്ങളുടെ കഴിവുകൊണ്ടും നിങ്ങളുടെ ചിന്താശക്തി കൊണ്ടും ഇച്ഛാശക്തി കൊണ്ടും ക്രിയാശക്തി കൊണ്ടും ഒക്കെ നിങ്ങൾ എന്നെ സ്വാധീനിക്കുന്നില്ലേ? നിങ്ങളെല്ലാം അതുപോലെ ഒരുപാട് പേര് സ്വാധീനിച്ചിട്ടുണ്ട്. ആരും അങ്ങനെ എടുത്തു പറയാൻ എന്നെ കൊണ്ടുവരുന്നില്ല. അഭിരാമി? അതുപോലെ അനിത ചേച്ചി ചോദിച്ച പോലെ എനിക്കും അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. അമ്മയുടെ ഒരു ദിവസം അമ്മ എങ്ങനെയാണ് ചെലവഴിക്കുന്നതെന്നൊന്ന് ഞങ്ങളായിട്ട് ഷെയർ ചെയ്യാമോ? ഇപ്പൊ ഓരോ ദിവസവും ഓരോ മാതിരിയാണ് കേട്ടോ. എല്ലാ ദിവസവും ഒരുപോലെ അല്ല. അതാണ് അതിലത്തെ കാര്യം. പക്ഷെ സ്വതവേ എനിക്ക് നേരത്തെ എണീക്കുന്ന വലിയ സംഭവമാണ്. താമസിച്ച് എണീക്കുന്നതാണ് ഇഷ്ടം, പക്ഷെ അത് നടക്കൂല എന്നുള്ളതാണ് മെയിൻ ഗെയിം. വെളിയിലൊക്കെ പോകുമ്പോഴ് ചിലപ്പോൾ ഡൽഹിയിലോ അല്ലെങ്കിൽ മദ്രാസിലോ ബോംബെയിലോ ബാംഗ്ലൂരിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് കുറെ കൂടെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് അപ്പൊ നിശ്ചയിക്കും ഇന്ന് ഞാൻ 9:30 മണിക്ക് എണീക്കും. തീർച്ചയായും കിടക്കുക 5:30 മണിക്ക് കണ്ണ് തുറന്നു കഴിഞ്ഞു. മണി നോക്കിയാ 5:30, 3 മണിക്കൂർ 4 മണിക്കൂറുണ്ട്. ഇപ്പൊ എണീക്കണ്ട. ഒരിക്കൽ എന്തായാലും കുറച്ച് കഴിയുമ്പോൾ എണീച്ചത് ആ ശീലം. പക്ഷെ 8:30 മണി വരെ ശക്തിയായിട്ട് വാശി പിടിച്ച് കിടന്നിട്ടുണ്ട്. പിന്നെ അടിച്ചു പറിച്ച് റെഡിയായി. അങ്ങനെ ചില കാര്യം എന്താ വെച്ചാൽ നമ്മൾ വിളിച്ച് ജനിച്ചു കഴിഞ്ഞിട്ട് ആഹാരം കഴിക്കാൻ കഴിയും. അപ്പൊ ഈ വിളിച്ച് ജനിക്കാൻ തന്നെ ഒരു മണിക്കൂറൊക്കെ വേണ്ടി വരും. അപ്പൊ അതെല്ലാം കൂടെ 8:45 രാവിലത്തെ കാപ്പി ബ്രേക്ക്ഫാസ്റ്റ്. ഞങ്ങൾക്ക് ബെഡ് കോഫി ഇല്ല, ബെഡ് കോഫി ഒന്നുമില്ല. രാവിലെ എണീച്ച് ഭൂമി തൊട്ടി കഞ്ഞി വെച്ച് അത് എല്ലാരും ഒന്നും ഇപ്പൊ ചെയ്യുന്നില്ലായിരിക്കാം. പക്ഷെ ഞങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ വലത്ത് വശം തിരിഞ്ഞാൽ അത് ഈവൻ സായിപ്പിന്റെ രീതിയിൽ വന്നിട്ട് ഗെറ്റ് അപ്പ് ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ദ ബെഡ് എന്ന്. അപ്പൊ വലത്ത് വശം തിരിഞ്ഞാൽ വലത്തേക്ക് വേണ്ടി ഭൂമി തൊട്ട് കഞ്ഞി വെച്ചിട്ട് കുട്ടിക്കാലത്തിലെ പഠിച്ച ശ്ലോകം ഇന്നും രാവിലെ അത് ചൊല്ലിക്കൊണ്ട് തന്നെയാണ് എണീക്കുന്നത്. സമുദ്ര വസനേ ദേവി പർവ്വത സ്തന മണ്ഡിതേ ഹരി പ്രിയേ നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ. എന്റെ പാദമണി അതിനെ സ്പർശിക്കാൻ പോവാണ്, അല്ലെങ്കിൽ മാപ്പ് തരണേ. എന്റെ കാലുകൊണ്ട് ഞാൻ ചവിട്ടാൻ പോവാണ്. തൊട്ട് കണ്ണി വെച്ചിട്ട് എണീക്കാം. ഏതായാലും പിന്നെ എണീച്ച് കുളിയെല്ലാം കഴിഞ്ഞ് ജപമൊക്കെ കഴിഞ്ഞ് കാപ്പ് കുടിക്കാം. അപ്പൊ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് മിക്കവാറും അറ്റ്ലീസ്റ്റ് ഞങ്ങൾ സീനിയേഴ്സ്, എന്റെ സിസ്റ്റർ ഹസ്ബൻഡ്, നന്ദകുമാരൻ ചേട്ടൻ, ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തന്നെയാണ്. കുട്ടികൾ വന്നപ്പോയി എന്റെ മൂത്ത മകനുണ്ടെങ്കിൽ അത് കറക്റ്റ് സമയത്തിന് വരും. ബാക്കിയുള്ളവർക്ക് തോന്നുന്ന. അപ്പൊ അങ്ങനെ കാപ്പി കുടിക്കും. കാപ്പി കുടിച്ച് കഴിഞ്ഞിട്ടുള്ളത് പിന്നെ ഉള്ള സമയമാണ്. ചിലപ്പോൾ വിസിറ്റേഴ്സ് വരുമ്പോൾ വിസിറ്റേഴ്സ് വരും. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എഴുതാൻ കാണുന്നു, അല്പസ്വല്പമൊക്കെ എഴുതുന്നതാണ്. നാട്യം കുറച്ച് പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രം. ഇപ്പൊ 13ാമത്തെ പുസ്തകം ഇപ്പൊ എഴുതി തീർന്ന് ഡൽഹിയിൽ അയച്ചിരിക്കുകയാണ് പ്രിന്റിങ്ങിന്. അപ്പൊ അതിലൊക്കെ ഒരുപാട് സമയം, പിന്നെ ഒരുപാട് കറസ്പോണ്ടൻസ് വരും. അങ്ങനെ പിന്നെ ഓഫീസിലെ ചിലരൊക്കെ ചോദിച്ച കാര്യങ്ങൾ അതൊക്കെ, അല്ലെങ്കിൽ കെട്ടിടത്തിലുള്ള കാര്യങ്ങൾ, പല കാര്യങ്ങളും പറമ്പും കെട്ടിടവും അത് വരുന്നാളും ഉണ്ട്. എന്റെ ജ്യേഷ്ഠതയാണ് സുപ്രീം കോടതി. അപ്പൊ എന്തായാലും അങ്ങനെ അങ്ങനെയൊക്കെ സമയം പോകും. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞാല് ഒരു 12:45 വെപ്പം. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞാൽ മിക്കവാറും ഞങ്ങൾ എല്ലാവരും നിലത്തിരുന്ന് തന്നെയാണ് ഊണ് കഴിക്കുന്നത്. ഞങ്ങളൊക്കെ വെജിറ്റേറിയൻസ് ആണ്. മത്സ്യം, മാംസം, മുട്ട ഒന്നും കഴിക്കില്ല. എനിക്കിവിടെ എക്സ്ട്രാ പ്രോബ്ലം ഉണ്ട്. ഞാൻ ഉള്ളി വെളുത്തുള്ളി കഴിക്കും. ബാക്കിയുള്ളവർക്ക് അത് വിരോധമില്ല, എനിക്കത് കഴിക്കാം. അപ്പൊ ഏതായാലും ഊണ് കഴിക്കും. അതൊക്കെ വളരെ സിമ്പിൾ ഊണാണ്. ഒരു 8-10 കൂട്ടാനൊന്നും ഉണ്ടാവില്ല. 1-2 കൂട്ടാനും ഒരു പപ്പടവും മോര് കാണും, തൈര് കാണും, ഉപ്പിലിട്ടുണ്ട്. സിമ്പിൾ ഊണാണ്. സാധാരണ വീട്ടിൽ പോയാൽ ഇതിനെക്കാട്ടും കൂടുതൽ കാണാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്തായാലും
ഊണ് കഴിഞ്ഞാൽ പിന്നെ ചില ഉച്ചയ്ക്ക് ഒരു നടുവുമുത്തലുണ്ട്, ഞാൻ കിടക്കാറില്ല. അപ്പൊ പേപ്പർ വായിക്കുന്ന സമയം അപ്പോഴാണ്. പക്ഷെ പലപ്പോഴും പറ്റുന്ന പേപ്പർ വായിച്ചിരുന്ന മറന്നു. അപ്പൊ എപ്പോ നോക്കിയാലും ഒരേ സ്ഥാനത്ത് നിൽക്കുന്നത്, ഒരേ ന്യൂസ് നിൽക്കുന്നു. അപ്പൊ ഉറക്കണം, അപ്പൊ തിരിച്ചു തോന്നണം, തിരിച്ചു നോക്കി പിന്നെയും പോയി. അങ്ങനെ പലപ്പോഴും ഇരുന്ന് ഉറങ്ങും, ചിലപ്പോ ഇല്ല. പിന്നെ പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുമ്പോ അതൊന്നുമില്ല. 8 മണിക്കൂർ 10 മണിക്കൂർ എഴുത്ത് തന്നെയാണ്. കൈയെഴുതാൻ എനിക്ക് കമ്പ്യൂട്ടർ ഒന്നും അറിയാൻ വയ്യ. അതൊക്കെ ഞാൻ പിടിക്കുകയല്ല. പഴയ രീതിയിലുള്ള ഒരു മടിയാണ്. അതുകൊണ്ട് കൈകൊണ്ടാണ് എഴുതുന്നത്. കൈകൊണ്ട് എഴുതി എത്രയോ 100 1000 പേര് കൈകൊണ്ട് എഴുതിയിട്ടുണ്ട്. അതൊരു 1000 ടൈപ്പ് ചെയ്ത് കമ്പ്യൂട്ടറിൽ ദൈവം എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ മെഡിക്കൽ കിട്ടും. ആ കുട്ടി ടൈപ്പ് ചെയ്ത് ആണ് കമ്പ്യൂട്ടറിലാക്കി പബ്ലിഷർക്ക് അയക്കും. പിന്നെ വൈകിട്ട് ഒരു കപ്പ് ചായ കാണും. അത് കഴിഞ്ഞിട്ട് മഴയൊന്നും ഇല്ലെങ്കിൽ മുറ്റത്ത് നടപ്പുണ്ട്. ഒരു നല്ല കുറച്ച് ഭൂമിയുള്ളതുകൊണ്ട് നടക്കാൻ വിഷമമില്ല. അപ്പൊ അത് കുറച്ച് ദൂരം നല്ല തിരക്കേട്ടില്ലാത്ത സ്പീഡിൽ തന്നെ നടക്കും. അപ്പൊ ആ സമയത്ത് നടക്കുമ്പോൾ അഫ്കോഴ്സ് നമുക്ക് മിറ്റമൊക്കെ നോക്കുന്നുണ്ടെങ്കിലും കൂടുതൽ നാമം ജപിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അപ്പൊ രണ്ടുപേരെ നടക്കുമായി നാമജപവുമായി. അങ്ങനെ അപ്പൊ ഇടയ്ക്ക് ചിലപ്പോൾ ഫോൺ വരാണെങ്കിൽ ഫോണിൽ സംസാരിക്കും. അങ്ങനെ വൈകിട്ട് പിന്നെ ഒന്ന് മേൽ കഴുകി സന്ധ്യ അതെല്ലാം കഴിഞ്ഞാൽ പിന്നെ ഈ പുസ്തക സംബന്ധമായിട്ടുള്ള പലരും. പിന്നെ ഏറ്റവും വലിയൊരു നിധിയായിട്ട് ഞങ്ങൾക്ക് ഒരു നിധി ഞങ്ങളുടെ കൊച്ചുമക്കളാണ്. എന്റെ രണ്ടാമത്തെ മകൻ ആദിത്യന്റെ ഇരട്ട കുട്ടികള് ഗൗരിയും പ്രഭയും, ആദിത്യനും രശ്മിയും അവരുടെ കുട്ടികളാണ്. ഗൗരി അവരുടെ ഇരട്ട കുട്ടികളാണ്. ഇപ്പൊ ഒരു 10ാം സ്റ്റാൻഡേർഡ് എത്തി. പക്ഷെ ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെ തലമുറക്കൊക്കെ അവർ ഇപ്പോഴും കൊച്ചുകുട്ടികളാണ്. അപ്പൊ ചിലപ്പോൾ ഞങ്ങൾ ഇത്ര കൊച്ചുകുട്ടികളൊന്നും അല്ല എന്ന് പറയാം. പക്ഷെ നമുക്ക് നമ്മുടെ കണക്ക് ഇപ്പോഴും അവർ കൊച്ചു കുഞ്ഞുങ്ങളായിട്ടില്ല. അപ്പൊ ഇപ്പൊ സ്കൂളില്ലല്ലോ, എല്ലാം വീട്ടിലിരുന്നുള്ള ഈ എന്തോന്നാ പറയുന്നത്, ഓൺലൈനാണ് ഇപ്പൊ പഠിക്കുന്നതൊക്കെ. അപ്പൊ ചിലപ്പോഴൊക്കെ അവർക്ക് എന്തെങ്കിലും സഹായിക്കണമെങ്കിൽ സഹായിച്ചു കൊടുക്കും. പക്ഷെ സഹായിക്കുന്നത് ഇംഗ്ലീഷിലൊക്കെയാണ്. അല്ലാതെ ഈ സയൻസും മാത്തമാറ്റിക്സും ഒന്നും എനിക്ക് സഹായിക്കാനൊന്നും അറിയാനേ വയ്യ. ഇപ്പോഴത്തെ പഠിത്തമൊക്കെ നമുക്ക് ഒട്ടും അറിയാൻ വയ്യാത്ത കുഞ്ഞുങ്ങൾ തന്നെ എന്തൊക്കെ പറയും, കണക്ക് പഠിപ്പിക്കല്ലേ ഞങ്ങളെ കണക്ക് പഠിപ്പിക്കാൻ സഹായിക്കട്ടെ, ഞങ്ങൾ തോറ്റുപോകും. സത്യമാണ്, എനിക്ക് അതിനെ പറ്റി ഒന്നും അറിയില്ല. ഇപ്പൊ ഇംഗ്ലീഷൊക്കെ ചിലപ്പോൾ പറഞ്ഞു കൊടുക്കും. വ്യത്യസ്തമായിട്ട് എഴുതാനായിട്ട് നോട്ട് കൊടുക്കുമല്ലോ, സ്കൂളിൽ നിന്ന് നോട്ട് കൊടുക്കും, അപ്രീസിയേഷൻ അത് എന്നൊക്കെ നോട്ട് കൊടുക്കും. അത് ഫോളോ ചെയ്യാതെ സ്വന്തം വ്യക്തിമുദ്രയില് സ്വന്തം ഭാഷയില് സ്വന്തം രീതിയില് ആശയം മാത്രം വെച്ചുകൊണ്ട് എഴുതാനായിട്ട്, വളരെ വ്യത്യസ്തമായിട്ട് എഴുതാനായിട്ട് അവരെ സഹായിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ അവർക്ക് വല്ലപ്പോഴും അവർ ചെയ്യുന്നുണ്ട്. അവർക്ക് എല്ലാവരും പിന്നെ ഒരുമിച്ചായതുകൊണ്ട് കൂട്ടുകുടുംബമാണ്. അപ്പൊ അതിന്റെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് താമസിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു വ്യത്യാസമുണ്ട്. മൂത്ത മകൻ മാർത്താണ്ഡവർമ്മന്റെ മകൻ വിഷ്ണു രാമവർമ്മ, അയാളുള്ളപ്പോ അതും ഒരു വലിയ സന്തോഷമാണ്. പക്ഷെ അയാളിപ്പോ ഓസ്ട്രേലിയയിലാണ്. മെൽബണില് പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തു, ഡിസ്റ്റിങ്ഷനോടെ പാസ്സായി. തിരിച്ചു വരാൻ പറ്റിയില്ല, ഓസ്ട്രേലിയയിലാണ്. അപ്പൊ അയാളുള്ളപ്പോ അവർ 3 പേരുമായി, 3 കൊച്ചുമക്കളാണ്. അവരെല്ലാരും വലിയൊരു നിധി തന്നെയാണ് ഞങ്ങൾക്ക്. അപ്പൊ അങ്ങനെ സമയം പിന്നെ വിസിറ്റേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ മീറ്റിംഗ്സ് ഒക്കെ. ഇപ്പൊ ഇതുപോലെ സൂം മീറ്റിംഗ്സ് ആണ് ഇപ്പൊ എല്ലാം. അനവധി സൂം മീറ്റിംഗ്സ്, അനവധി ഇത് കൂടെയുള്ള വോയിസ് മെസ്സേജിലുള്ള അങ്ങനെയൊക്കെ ഒരുപാട് വരുന്ന, അങ്ങനെ കുറെ സമയം അങ്ങനെ പോകും. രാത്രി കിടക്കുന്ന കുറെ താമസിച്ച കുട്ടികൾ വളരെ താമസിക്കുകയും ഗൗരി വർമ്മ, ഞാൻ അവരുടെ കൂടെയാണ് കിടക്കുന്നത്. അവരുടെ മുറിയിൽ തന്നെയാണ്. അവർക്ക് 1 വയസ്സ് കഴിഞ്ഞപ്പോ, 1 വയസ്സും 1 മാസം 1.5 മാസം കഴിഞ്ഞപ്പോ, ഒരു ഡിസംബർ മാസം എന്റെ ഹസ്ബൻഡ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു കാർ ആക്സിഡന്റ് മരിച്ചു. ഒരു അസുഖവും ഇല്ലാത്ത ഒരാളായിരുന്നു. 1 മിനിറ്റ് ജീവിച്ചിരിക്കുന്നു, അടുത്ത മിനിറ്റില്ല. ഒരു വാർണിംഗ് ഇല്ല, ഒന്നുമില്ല. ഒരു കാർ ആക്സിഡന്റ്. അത് പിന്നെ എനിക്ക് പറഞ്ഞാൽ ഇവരുടെ കൂടെ തന്നെയാണ് രാത്രി കിടക്കുന്നതൊക്കെ. രാത്രി കിടക്കുന്ന ഇവരുടെ കൂടെ. അപ്പൊ ഇവര് വളരെ താമസിച്ച് കിടക്കും വരും. ഞാനിപ്പോ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാറില്ല. കുറെ കൂടെ കുഞ്ഞായിരുന്നപ്പോ ഇവർ കിടക്കാൻ പോകുന്നതിന് മുമ്പേ ഇവർക്ക് ഗുഡ് നൈറ്റ് സ്റ്റോറി പറഞ്ഞു കൊടുക്കും. ഒരു മെത്തേ കിടന്നു ഞാൻ ഗുഡ് നൈറ്റ് സ്റ്റോറി. അങ്ങനെ അവർക്ക് ഒരുപാട് രാമായണവും മഹാഭാരതവും നാടൻ കഥകളും ഇങ്ങനെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഗുഡ് നൈറ്റ് സ്റ്റോറി, ഫെയറി ടേൽസ്, ഇംഗ്ലീഷ് ഫെയറി ടേൽസ്, അങ്ങനെ പറഞ്ഞ അനവധി കാര്യങ്ങൾ. ഇപ്പൊ പിന്നെ അവർ ആ ഗുഡ് നൈറ്റ് സ്റ്റോറിയുടെ പ്രായം കഴിഞ്ഞു. പക്ഷെ അതിനെ കുറിച്ച് താമസിച്ചിട്ട് ഞാൻ കിടന്നാലും മിക്കവാറും 12 മണിയൊക്കെ 11:30 12 കുറെ ജപിക്കും.
നടന്ന് ജപിക്കുമ്പോൾ ഒരുപാട് നടന്ന് ജപിക്കും, നാമജപം, ശ്ലോകങ്ങളല്ല നാമജപം. അങ്ങനെ ജപിച്ചിട്ട് പിന്നെ ഇതൊക്കെ തന്നെ വലിയൊരു എക്സൈറ്റിങ്. പിന്നെ ഇപ്പൊ ഈ കൊറോണ വരുന്നതിന് മുമ്പ് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ടായിരുന്നു, 10 ഫങ്ഷൻസ്, അങ്ങനത്തെ ഇങ്ങനത്തെ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ടായിരുന്നു. ഈവൻ ഔട്ട്സൈഡ് കേരളയിലും ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഒരുപാട് സമയം അതിന് പോയി, യാത്രയ്ക്കും ഒക്കെ. താങ്ക് യു അമ്മ. ഇപ്പൊ സാന്ദ്ര, അഭി, ആർക്കെങ്കിലും ഇനി ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടോ? എനിക്ക് അമ്മ, ഇപ്പം കോവിഡ് ഒക്കെ ആയിട്ട് നമ്മളെ ലോകം മുഴുവൻ എല്ലാവരും പരിഭ്രാന്തിയോടെ നേരിടുന്ന ഒരു പ്രശ്നമാണ്. കേരളത്തിന്റെ കാര്യം എടുത്താല് കേരളത്തിലെ സാക്ഷരതയും അതുപോലെ തന്നെ ആരോഗ്യ കാര്യങ്ങളിലൊക്കെ നമ്മൾ കുറച്ച് മുന്നിലോട്ടായതുകൊണ്ട് കമ്പാരിറ്റീവ്ലി നമുക്ക് കുറച്ച് ബെറ്റർ ആണ്. എങ്കിലും നമ്മുടെ തിരുവനന്തപുരം ജില്ല എടുത്താല് താരതമ്യേന കൂടുതൽ കണക്കുകളാണ് ദിവസവും തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു വെല്ലുവിളിയെ നേരിടാനായിട്ട് അമ്മയ്ക്ക് എന്താണ് പറയുവാനുള്ളത്? അതുപോലെ തന്നെ ഇപ്പം ഈ ഒരു പ്രശ്നത്തിനായിട്ട് അതിനൊരു പരിഹാരമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് രാജകുടുംബത്തിൽ നിന്നും ചെയ്യുന്നത്? അതേപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്? ഇപ്പൊ കേരളം സാക്ഷരതയും ആരോഗ്യമൊക്കെ മുന്നോട്ട് നിന്നതാണെങ്കിൽ ഇപ്പൊ കേരളത്തിന്റെ സ്ഥിതി വളരെ മോശം തന്നെയാണ്. തിരുവനന്തപുരം മാത്രമല്ല, കേരളം ഒട്ടാകെ വളരെ വളരെ മോശം. അനവധി കൊറോണ കേസസ് ആണ് കൂടി വരികയാണ് കൊറോണ കേസസ്. അപ്പൊ അതും നമുക്ക് ഇപ്പൊ ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം, ടി വി വെച്ച് നോക്കും, എവിടെയെങ്കിലും സോഷ്യൽ ഡിസ്റ്റൻസിങ് ഉണ്ടോ, മാസ്ക് ഇടുന്നുണ്ടോ? ഈ പ്രക്ഷോഭണങ്ങളും ജാഥകളും സമരങ്ങളും എത്രമാത്രം കമ്മ്യൂണിറ്റി സ്പ്രെഡിലേക്ക് വരുന്നു. മീറ്റിങ്ങുകള്, പബ്ലിക് മീറ്റിംഗ്സ്, ആരെങ്കിലും ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ് നോക്കുന്നുണ്ടോ? ആരുമില്ല. അപ്പം നമ്മളൊരു മാതൃകയായിട്ടിരിക്കുന്നവർ തന്നെ മാതൃക അല്ലാത്ത രീതിയിൽ അവര് പെരുമാറുമ്പോൾ ബാക്കി കുറച്ചുകൂടെ താഴെയുള്ളവരത് അങ്ങനെ തന്നെ അവരും ചെയ്യും. അപ്പൊ ഒരു കല്യാണത്തിന് 100 പേരെ പാടുള്ളൂ, ഒരു മരണത്തിന് 50 പേരെ പാടുള്ളൂ, അമ്പലം അടച്ചു, അതുകൊണ്ട് കാര്യമായോ? എത്ര മാത്രമാണ് ഇവിടെ കാണുന്നത്? ടി വി മാത്രം വെച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. ന്യൂസ് ടി വി വെച്ച് നോക്കും, അത് മാത്രം മതി. അപ്പൊ പിന്നെ ഇങ്ങനെ ഈ നിയമങ്ങൾ ഇത്ര പേര് ഒരുമിച്ച് കൂടുതൽ വരാൻ പാടില്ല, സോഷ്യൽ ഡിസ്റ്റൻസ് അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമുക്ക് ശിക്ഷ ഉണ്ട്. പക്ഷെ എങ്ങനെയാ ശിക്ഷ നടപ്പാക്കും? ശിക്ഷ നടപ്പാക്കാൻ ഒക്കുകയില്ല. എന്ന് വെച്ചാൽ ഇതിനൊക്കെ ഈ നിയമങ്ങൾ ലംഘിക്കുന്നത് ഏറ്റവും വലിയ ആളുകളാണ്. അപ്പൊ അവരെ തൊടാൻ ഒക്കില്ല. അപ്പൊ പിന്നെ താഴെ കിടക്കുന്ന ആളെ ശിക്ഷിക്കാൻ ഒക്കൂലല്ലോ. അപ്പൊ ശിക്ഷ ഒരു സൈഡിൽ കമ്മ്യൂണിറ്റി സ്പ്രെഡ് കൂടാതിരിക്കുന്നു. തിരുവനന്തപുരം തലസ്ഥാനമാണ്. അപ്പൊ തലസ്ഥാനമായതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഇപ്പൊ ഈ സ്പ്രെഡ് വരുന്ന ഈ കാരണങ്ങള് ഒരുപാട് പ്രക്ഷോഭങ്ങളൊക്കെയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് വളരെ കൂടുന്നു. ഒരു കാലത്ത് NRI തിരിച്ചു വന്നു, അല്ലെങ്കിൽ കടലിൽ കൂടെ വന്നവരെയാണ്. ഇപ്പൊ അതൊക്കെയാണോ? അപ്പൊ അങ്ങനെ നമുക്ക് സ്വന്തമായിട്ടൊരു ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ വളരെ ഡിഫിക്കൽട്ടാണ്, വളരെ ഡിഫിക്കൽട്ടാണ്. പിന്നെ ഇൻഡിവിജ്വൽ ആളുകൾക്കും ഇത് മാസ് അല്ലാതെ വ്യക്തിപരമായിട്ട് പറഞ്ഞാലും പലർക്കും അവർക്ക് ഈ നിയമം ലംഘിക്കാനാണ്. ഹൗസ് ക്വാറന്റൈൻ, റൂം ക്വാറന്റൈൻ, എനിക്ക് തന്നെ അറിയാം. റൂം ക്വാറന്റൈൻ ഇരിക്കുന്നവര് അവരിറങ്ങി നടക്കും, വെളിയില് ഒക്കെ ഇറങ്ങി നടക്കും. ഈ സോഷ്യൽ വർക്കർ വരും, ഹെൽത്ത് വർക്കർ, അവർക്ക് ഏകദേശം അറിയുമ്പോഴാണ് വരുന്നത്. അപ്പൊ ഇവർ തിരിച്ച് മുറിക്കത്ത് കഴിയും. അപ്പൊ ഈ റൂൾ ഉണ്ടെങ്കിൽ ആ റൂള് തെറ്റിക്കാനാണ് ഇഷ്ടം. അല്ലെങ്കിൽ എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട്, അവർ ട്രാവൽ ചെയ്യുന്നത് പാരസെറ്റമോൾ കഴിക്കുക, അപ്പൊ നോക്കുമ്പോ പനിയില്ല. പാരസെറ്റമോൾ കഴിച്ചുകൊണ്ടാണ് വരുന്നത്. ആരെയും പറ്റിക്കാനാണ്. എന്തൊരു വില സമൂഹം കൊടുക്കുന്നത്, നാട് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു കമ്മ്യൂണിറ്റി സ്പ്രെഡും കൂടാതെ എന്ത് ചെയ്യും? ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. അത് മനുഷ്യൻ സ്വന്തം മനസ്സിൽ ഇത് എല്ലാവരുടെയും പ്രശ്നമാണ്. നമുക്ക് എല്ലാവരും കൂടെ നമ്മൾ വിചാരിച്ചാലേ ഇത് ഒരു പരിധി വരെയെങ്കിലും ഒരു പരിഹാരം. എന്ന് വെച്ചാൽ ഇവിടെ വലിയ വിഷമം എന്താന്ന് വെച്ചാല് നമ്മളുടെ ശത്രു അജ്ഞാത ശത്രുവാണ്. നമ്മൾ ഈ ശത്രു എങ്ങനെ വന്നു, ഏത് രീതിയിൽ വരുന്നു, ഈ ശത്രുവിനെ എങ്ങനെ നേരിടാമെന്ന് നമുക്ക് ഇന്നും നമ്മുടെ ലോകം കണ്ടെത്തിയിട്ടില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ സിംറ്റംസ് വെച്ചും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതി വെച്ചൊക്കെയാണ് നമ്മൾ മുമ്പോട്ട് വന്നത്. അപ്പൊ നമുക്ക് ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ, ഇഫ് യു ഡു നോട്ട് ഹാവ് ഡിസിപ്ലിൻ,
വെരി വെരി ഡിഫിക്കൽട്ട്, വളരെ ഡിഫിക്കൽട്ട്. അതുകൊണ്ടാണ് ഇപ്പൊ കൂടി വരുന്ന കൂടി വരുന്നത്. ഇവിടെ തന്നെ ഇവിടെ ലോക്കൗട്ട് വരുമ്പോൾ ടോട്ടൽ ലോക്കൗട്ട്, ആരും വണ്ടികൾ എടുക്കാൻ പാടില്ല, വെളിയിൽ പോകാൻ പാടില്ല. കവടിയാറിനകത്ത് നിന്ന് ഞാൻ റോഡിൽ കാണാം. കവടിയാറിനകത്ത് നിന്നാൽ ആ റോഡ് കൂടെ എണ്ണി ഒരിക്കലും ഈ ലോക്ക്ഡൌൺ ആണ്. വണ്ടികൾ വെളിയിൽ പോകാൻ പാടില്ല, അത്യാവശ്യത്തിന് ഒഴിച്ച് വണ്ടികൾ വെളിയിൽ പോകാൻ പാടില്ല. കവടിയാർ ഗേറ്റിന്റെ മുമ്പിൽ കൂടെ 1.5 മിനിറ്റിനകം 23 വണ്ടി കിട്ടി. പിടിക്കുകയാണെങ്കിൽ അപ്പോൾ ഫൈൻ കൊടുക്കാം, പിടിക്കില്ല എന്നുള്ളൊരു വിശ്വാസം. പിന്നെ ഇതിനൊക്കെ ഒറ്റ മൂല്യമൊക്കെ ഭഗവാൻ സ്വാമി എങ്ങനെയെങ്കിലും കനിയട്ടെ. സ്വാമി വിചാരിച്ച നടക്കാത്ത കാര്യമുണ്ട്. ഏതെങ്കിലും ഒരു രീതിയിൽ സ്വാമി ഞാൻ പറയുമ്പോൾ, ഭഗവാൻ എന്ന് പറയുമ്പോൾ ഏത് രീതിയിലാണോ ഭഗവാനെ കാണുന്നത്, ഏത് പേരുകൊണ്ടാണോ ഈശ്വരനെ വിളിക്കുന്ന ആ ഈശ്വരൻ, ആ ശക്തി ഏതാണെന്ന് നമ്മളെയൊക്കെ രക്ഷിക്കട്ടെ എന്ന് വിചാരിക്കുന്ന എന്താ ചെയ്യുക? താങ്ക് യു അമ്മ. അവസാനമായിട്ട് ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ അമ്മ. തിരുവനന്തപുരത്ത് അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ സമയം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒക്കെ ആത്മനിർവൃതിയോടെ നിൽക്കുവാനും സമയം ചെലവഴിക്കുവാനും ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന സ്ഥലം ഏതാണ്? കുട്ടിക്ക് തന്നെ അറിയാം, മറുപടി കുട്ടിക്ക് തന്നെ അറിയാമെന്നാണ് എന്റെ വിശ്വാസം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. താങ്ക് യു സോ മച്ച് അമ്മ. ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ ചെലവഴിച്ചു. ആദ്യം ഒന്ന് പേടിച്ചു, നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ളത് കൊണ്ട്. പക്ഷെ എന്തായാലും എല്ലാം വളരെ നല്ല രീതിയിൽ, വിചാരിക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ പോയി. അതുപോലെ അവിടെ ഒരുപാട് കാര്യങ്ങൾ കേട്ടതിൽ ഒരുപാട് സന്തോഷം. അമ്മയ്ക്ക് മാത്സ് ഇഷ്ടമല്ല, രാവിലെ എഴുന്നേക്കാൻ ഇഷ്ടമില്ല എന്നൊക്കെ അറിഞ്ഞപ്പോ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ ഒരു സന്തോഷം തോന്നി. അതെ, ഞങ്ങൾക്കൊക്കെ ഒരു തമ്പുരാട്ടിയം. ഞങ്ങളും അതുപോലെ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ മാത്സ് ഒക്കെ. അതെ, അപ്പൊ സത്യം പറഞ്ഞൊരു സന്തോഷം സമാധാനം ഒക്കെ കിട്ടി. അപ്പൊ അമ്മ താങ്ക് യു സോ മച്ച് അമ്മ, ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ സംസാരിച്ചതിന് ഒരുപാട് നന്ദി, ഒരുപാട് സന്തോഷം. നിങ്ങളെ 3 പേരെയും പരിചയമായതില്. ഒരാളെ നേരത്തെ അറിയാം, പക്ഷെ എനിക്ക് പേരുകളൊക്കെ എപ്പോഴും എന്റെ തലേന്ന് പോകുന്നോണ്ട് ഞാൻ പേര്. പക്ഷെ 3 പേരെ ഡോക്ടറേയും നീല ഉടുപ്പിട്ട് പാടിയ കുഞ്ഞിനെ നമ്മുടെ അഭിരാമി ഞാനാണമ്മ പാടിയ കുഞ്ഞോ? പാടിയ കുഞ്ഞ് അഭിരാമി. പിന്നെ മറ്റേ പേരെന്താ ഡോക്ടർ പേര്? സാന്ദ്ര. ഞാൻ അനൈഡ. എല്ലാവരും അപ്പൊ നിങ്ങളെല്ലാരും കണ്ടത് വളരെ സന്തോഷം. ഭഗവാൻ ജീവിതത്തിൽ നിങ്ങളെ ഒക്കെ ഒരു നല്ല രീതിയിൽ കൈപിടിച്ച് മുമ്പോട്ട് കൊണ്ടുപോകട്ടെ. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ സമൂഹത്തിനും ഒക്കെ ഒരു പരോപകാരത്തോടുകൂടി ജീവിക്കാനായിട്ട് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ നിങ്ങളെല്ലാവരെയും. താങ്ക് യു അമ്മ. അമ്മയുടെ പ്രാർത്ഥനയില് ഞങ്ങളെയും അമൃതവർഷിണിയിലെ എല്ലാവരെയും ഓർത്ത് അമ്മ പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങൾ എല്ലാ കുഞ്ഞുങ്ങളെയും എല്ലാ അംഗങ്ങൾക്കും പ്രത്യേകം നമസ്കാരം. ഞാൻ നമസ്കാരം പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എന്റെ 2 നിധികൾ ഇവിടെ വന്നു. എന്റെ അടുത്ത് നിൽക്കാണ്. അവിടെ എന്റെ ഇരട്ട കുട്ടികളെ അവരെ പ്രത്യക്ഷപ്പെട്ടിങ്ങനെ അവരെ കൂടെ കാണിക്കാം. നമ്മുടെ പിള്ളേരെ പരിചയം. ഇപ്പൊ അവരുടെ വേഷവിധാനം അത്ര നല്ലതല്ല. പെൺകുഞ്ഞുങ്ങളല്ലോ, അവർക്കൊക്കെ അതൊക്കെ വലിയ ഇതാണ്. അങ്ങനെ അവരോട് ഞങ്ങളുടെ സ്നേഹാന്വേഷണം വരുമോ? ഇല്ല. അവര് വരുന്ന പറഞ്ഞാല് അവര് അമ്മ വളരെ എന്റെ സ്റ്റുഡന്റിനെ കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കണം. അത് അവര് നല്ല രീതിയിൽ വന്നിട്ട് ഒരിക്കൽ നിങ്ങളൊക്കെ കൂടെ ഇവിടെ വരുമ്പോ അവരെ കാണിക്കാം. ഞങ്ങളുടെ സ്നേഹാന്വേഷണം അവിടെയുള്ള എല്ലാവരോടും പറയണേ അമ്മ. പറയാം. വളരെ സന്തോഷം. തിരുവനന്തപുരത്ത് വരുമ്പോ കടക്കുക, ഇങ്ങോട്ട് കിടക്കുക. ഞാൻ ആന്റി ഇടയ്ക്ക് ചോദിച്ചിട്ടുണ്ട് എന്നെ കൊണ്ടുപോകണേന്ന്. ആന്റിയെ വിളിച്ചാ മതി. അപ്പൊ അതുകൊണ്ട് ലതയാണ്ടിക്ക് അതൊക്കെ സാധിക്കും. ഓൾ ദ വെരി ബെസ്റ്റ് ചിൽഡ്രൻ. താങ്ക് യു സോ മച്ച് അമ്മ. ഒത്തിരി സന്തോഷം, നന്ദി. ഇത്രയും കാര്യം അമ്മ എല്ലാ മക്കളുമായിട്ട് ഷെയർ ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട്. ഇതുപോലെ നമ്മുടെ മക്കളെ
ഇങ്ങനെ അവർക്ക് പറ്റും എന്ന് തെളിയിച്ചു കൊടുക്കുന്ന അമൃതവർഷിണിയിലെ മക്കള് അമ്മ ഇത്രയും ഇന്റർവ്യൂ ചെയ്യാൻ മറ്റുള്ള കുഞ്ഞുങ്ങൾക്ക് സാധിക്കുന്നതിനെ കാട്ടിയും അമ്മ നമ്മുടെ മക്കൾ അമൃതവർഷിണിയിലെ മക്കൾ ഉയർന്നു വരുന്ന കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അമ്മ, ഒരുപാട് സന്തോഷം. എനിക്കത് പറഞ്ഞാൽ തീരില്ല. ഒരു മിനിറ്റ്, സോറി ഫോർ ദ ഇന്ററപ്ഷൻ. അമ്മ, നമുക്ക് ഇത്രയും നേരം ഈ നല്ലൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തു തന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട രാഹുൽ എന്ന് പറഞ്ഞ ചേട്ടനാണ്. ചേട്ടൻ ഗുജറാത്തിലായിരുന്നു, ഇപ്പൊ ഇവിടെ ചെന്നൈയിലാണ് സൗണ്ട് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യാണ്. അപ്പൊ ഞങ്ങളുടെ എല്ലാവരുടെയും വക രാഹുൽ ചേട്ടന് ഒരു ബിഗ് താങ്ക്സ്, പ്രത്യേക താങ്ക്സ്. ഫാഷനബിൾ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഒരു കുഞ്ഞിനെ കണ്ടൊരു ബോയ്. രാഹുൽ ഒന്ന് മുന്നോട്ട് വരും. രാഹുൽ ഒന്ന് സംസാരിക്കും അമ്മയോട്. ഒത്തിരി നന്ദി. ഐ എം റിയലി ഹോണേർഡ് ആൻഡ് പ്രിവിലേജ്. നമസ്തേ മാം. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ആൻഡ് ടോക്കിംഗ് ടു us. It was really a pleasure seeing you. It is my pleasure. Thank you very much and all the best to you also. Thank you so much ma'am. Thank you so much. അമ്മ, നമുക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു തരുന്ന രാഹുലാണ്. എന്ത് കാര്യം ചോദിച്ചാലും നമ്മുടെ മക്കൾക്ക് വേണ്ടി ഒരു മടിയും ഇല്ലാതെ ആ കാര്യങ്ങളെല്ലാം ഓരോരുത്തർക്കും പറഞ്ഞു കൊടുക്കാനും ഒക്കെ ചെയ്തു തന്നിട്ടുണ്ട്. ഇപ്പൊ ഡിജിറ്റൽ മീഡിയ കൂടി പിള്ളേരെല്ലാം അവരവരെ മാഗസീൻസ് ഇറക്കിയിട്ടുണ്ട്. ഞാൻ അമ്മയ്ക്ക് കാണിച്ചു തരാം. അമ്മയ്ക്ക് സമയം കിട്ടുമ്പോൾ അത് വായിക്കണം. അതില് നല്ല എല്ലാ കുഞ്ഞുങ്ങളുടെയും കൾച്ചറൽ ആക്ടിവിറ്റീസും ഒക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാം വളരെ ഭംഗിയായിട്ട് അമ്മയെ പോലെ ഉള്ളവരുടെ അനുഗ്രഹം. ഇന്ന് ഒരു സർപ്രൈസ് ആയിട്ട് സാന്ദ്രയ്ക്ക് ഇത് ചെയ്യാൻ പറ്റിയത് അവളുടെ ബർത്ത്ഡേ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് ആണെന്ന് ഞാൻ കരുതുന്നമ്മ. താങ്ക്സ് അലോട്ട് ആന്റിയമ്മയ്ക്കും അതേപോലെ തന്നെ തമ്പുരാട്ടി അമ്മയ്ക്കും എല്ലാവർക്കും ഒത്തിരി സന്തോഷം, ഒത്തിരി താങ്ക്സ്. താങ്ക് യു അമ്മ, താങ്ക് യു. കൊണ്ടുവരാം അമ്മ, കുറച്ച് പിള്ളേരെ അമ്മയെ കണ്ടിട്ടുണ്ട്, ബാക്കിയുള്ളവരെ കൊണ്ടുവരാം അമ്മ. ശരി, ഓക്കെ ശരി അമ്മ, വലിയ സന്തോഷം. ഓക്കെ, ബൈ. നന്ദി. ബൈ അമ്മ.